വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. കുറച്ചു നേരം ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഇരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സ്നേഹിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ബദരീകളെ സ്മരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞു പോയ, ഇസ്ലാമിൽ പകരമില്ലാത്ത രീതിയിൽ ചരിത്രം സൃഷ്ടിച്ച, ഒരിക്കലും തന്നെ ഇസ്ലാമിൽ നമുക്ക് ആരും തന്നെ മാറ്റിവെക്കാനോ മറന്നു പോകാനോ പറ്റാത്ത രീതിയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെയും ഹദീസിലൂടെയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചു തന്ന മഹാന്മാരാണ് ബദരീങ്ങൾ. ഇന്നിപ്പോ യുദ്ധത്തിന്റെ കാലഘട്ടമാണ്, നമുക്കറിയാം. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒരുമിച്ചുകൂടി ഇറാൻ പോലത്ത, ഫലസ്തീൻ പോലത്ത മുസ്ലിം രാജ്യങ്ങളെ ദ്രോഹിക്കുമ്പോൾ സത്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരുന്നത്, 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നത് യുദ്ധമാണോ അല്ലേ? ഇസ്ലാം പണ്ടും ഇന്നും എന്നും യുദ്ധമാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? യുദ്ധത്തിന് വേണ്ടിയാണോ ഇസ്ലാം എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സത്യത്തിൽ ബദറിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ബദർ എന്നത് ഒരിക്കലും ഒരു യുദ്ധമായിരുന്നില്ല. നമ്മൾ പറയുമ്പോൾ ബദർ യുദ്ധം എന്ന് പറയും. സത്യത്തിൽ ബദർ അത് പ്രതിരോധമായിരുന്നു. ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വരുന്നവന്റെ മുന്നിൽ നിന്ന് കൊടുക്കാൻ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടിയും പറയുന്നില്ല. ഇങ്ങോട്ടും ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വരികയാണെങ്കിൽ ക്ഷമിക്കുവാനാണ് ഇസ്ലാം പറയുന്നത്. ക്ഷമിച്ച് ക്ഷമയുടെ അതിര് വിട്ട് കിടക്കുമ്പോൾ ഇസ്ലാം അവരോട് പ്രതിരോധിക്കാൻ വേണ്ടി പറയും. അതിനും ചില നിയമങ്ങൾ ഇസ്ലാം വെക്കുന്നത്. ഇന്ന് ഈ കാണുന്നത് പോലെ 150-160 കുട്ടികളെ ഒന്നിച്ച് സ്കൂളിലേക്ക് മിസൈലുകളൊക്കെ വിട്ട് തകർത്ത് നശിപ്പിക്കുന്നത് പോലെ ഇസ്ലാം ഒരു പ്രതിരോധത്തിൽ പോലും പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ വൃദ്ധന്മാരെയും രോഗികളെയും ഒന്നും ചെയ്യരുത് എന്ന്. ശത്രുപക്ഷത്തുള്ള സ്ത്രീകളെയും വൃദ്ധന്മാരെയും രോഗികളെയും കുഞ്ഞുങ്ങളെയും ഇവർക്കൊന്നും ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഒരു യുദ്ധം നടത്തരുത്. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ തകർക്കുന്ന രീതിയിൽ മിസൈലുകൾ നാം കാണുന്നു. ഇസ്ലാം പറയുന്നത് പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന രീതിയിൽ, അഥവാ പ്രകൃതിയിൽ നാം കാണുന്ന ആസ്വദിക്കുന്ന മരങ്ങളും വൃക്ഷങ്ങളും അതുപോലെ തന്നെ സസ്യങ്ങളും ഇതിലൊന്നും ഒരു പോരൽ വരാത്ത രീതിയിൽ ഇസ്ലാം ഒരുപാട് സത്യസന്ധമായ രീതിയിലാണ് യുദ്ധത്തിന്റെ നിയമങ്ങൾ അഥവാ പ്രതിരോധത്തിന്റെ നിയമങ്ങൾ തീരുമാനിച്ചു തരുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ബദറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും സ്നേഹിച്ചവരാണ്, നമുക്കറിയാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് തികയുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട നബുവത്തുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ദഅവത്തുമായി ഇറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാവർക്കും വലിയ ഇഷ്ടവും വലിയ കാര്യവുമായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ ഒരാൾക്ക് പോലും ഒരു വെറുപ്പില്ലാത്ത രീതിയിൽ എല്ലാവരെയും കൂട്ടുപിടിച്ച്, അത് തന്നെക്കാളും പ്രായത്തിന് മുതിർന്നവരാണെങ്കിലും ശരി, ചെറിയവരാണെങ്കിലും ശരി, അത് അധികാരമുള്ളവരാണെങ്കിലും അധികാരമില്ലാത്തവരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും ആ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവരോട് ഇടപഴകി നടന്നിരുന്ന ആ ഒരു സൽസ്വഭാവം കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്നായിരുന്നു അന്നുള്ള ആളുകൾ വിളിച്ചിരുന്നത്. കാരണം ആർക്കും റസൂലുള്ള കളവ് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. ഒരാളെ പറ്റിച്ചതായ അല്ലെങ്കിൽ ചെയ്തതായ രീതിയിൽ ഒരു ചതിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ
ശത്രുക്കൾക്ക് പോലും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എത്രയോ അമുസ്ലിമീങ്ങളായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളോട് പോലും ഹെർക്കിൽ രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഹെർക്കിൽ രാജാവ് റോം ഭാഗത്താണ്, റോമിലേക്ക് യാത്രയായി പോയിരുന്ന അറബികളായ കച്ചവട സംഘത്തിനെ വിളിച്ചിരുത്തി ആ കച്ചവട സംഘത്തിലെ അബൂ സുഫിയാന്റെ മുന്നിലിരുത്തി മറ്റുള്ള ആളുകളെ പിന്നിലിരുത്തി ഹെർക്കിൽ രാജാവ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ ഒരു ചോദ്യം, നിങ്ങളുടെ നാട്ടിൽ വന്നിരിക്കുന്ന പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് നബി കളവ് പറയാറുണ്ടോ എന്ന് ചോദിക്കുന്നത് റസൂലുള്ളാഹിന്റെ ശത്രുവിനോടാണ് ചോദിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, എപ്പോഴെങ്കിലും നിങ്ങളുടെ നാട്ടിൽ പ്രവാചകൻ എന്ന് വാദിക്കുന്ന മുഹമ്മദ് നബി കളവ് പറഞ്ഞതായി നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അതിന് മറുപടി ശത്രുവായ റസൂലുള്ളാഹിന്റെ ശത്രുവാണല്ലോ, ആ ശത്രുക്കൾ പോലും പറഞ്ഞത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല എന്നാണ്. അപ്പൊ അത്രയും സത്യസന്ധനാണെന്ന ആ ഒരു വിശ്വാസത്തിൽ അൽ അമീൻ എന്ന പേര് കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് മക്കക്കാർക്ക് വേണ്ടതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ കലിമത്ത് തൗഹീദിന്റെ കലിമത്ത് ഏകദൈവത്തിലേക്ക് മാത്രം നിങ്ങൾ വരണം, ആരാധിക്കണം എന്ന ആ തൗഹീദിന്റെ കലിമത്തുകൾ റസൂലുള്ളാഹ് പറഞ്ഞപ്പോഴാണ് അതുവരെ റസൂലുള്ളാഹിനെ സ്വീകരിച്ചവർ, റസൂലുള്ളാഹിനെ ആദരിച്ചവർ, റസൂലുള്ളാഹിനെ ബഹുമാനിച്ചവർ അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുത ഉണ്ടാക്കി. അതുവരെ റസൂലുള്ളാഹിയുടെ മുതലെടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ സമ്പത്ത് വാരിക്കൂട്ടുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഒരാളെ പറ്റിച്ചതിന്റെ പേരിലോ ഒരാൾക്കും ഒരു കംപ്ലൈന്റ് പറയാനില്ലാത്ത സ്ഥിതിയിൽ ആകെ റസൂലുള്ളാഹിന്റെ കംപ്ലൈന്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഇതിലെ ഒരു ഭാഗം പോലെ അംഗീകരിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ട് ഭാഗമാണ്. അഥവാ ആദ്യത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അംഗീകരിച്ചവരാണ് ഈ അബൂജഹലടക്കം. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും മക്കാ മുശ്രിക്കീങ്ങളൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അതിൽ അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെ മുശ്രിക്ക് എന്ന് പറയുന്നത്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ശിർക്ക് ഉണ്ടാക്കുക, ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൂടെ മറ്റു ദൈവങ്ങളെയും വിശ്വസിക്കുന്നവർ. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഫസ്റ്റ് ഭാഗത്തിൽ പ്രശ്നമില്ല. പിന്നെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ വന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് അത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. കാരണം സത്യത്തില് അവര് ഇസ്ലാം വിരോധികളാണെന്നൊക്കെ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അല്ലാഹുവിൽ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ തന്നെ അവര് മറ്റുള്ള ബിംബങ്ങളിൽ വിശ്വസിക്കുന്നു. അല്ലാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെ ലാത്ത, ഉസ്സ, മനാത്ത എന്ന് പറയുന്ന ബിംബങ്ങളുമായി കുട്ടി ദൈവങ്ങളുമായി അവർക്ക് വിശ്വാസമുണ്ട്. അതിൽ ഒരുപാട് തെളിവുകളുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വലിയ പ്രയാസങ്ങളുടെ യാത്ര സംഘമാണ്. അവരെന്നും യാത്രയിലാണ്. അവര് യാത്രയിലൊക്കെ ഈ പായക്കപ്പലൊക്കെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ് അടിച്ചു വീശുമ്പോഴൊക്കെ അവര് മറ്റുള്ള എല്ലാ ദൈവങ്ങളെയും മാറ്റി നിർത്തി അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കാറ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ബിംബങ്ങളെ കൊണ്ട് ഇപ്പൊ നമ്മളെ രക്ഷിക്കാൻ പറ്റൂല, അള്ളാഹു തന്നെ വേണമെന്ന രീതിയിൽ അള്ളാഹുവിനെ വിളിച്ചവരാണ് മക്ക മുശ്രിക്കീങ്ങൾ. അതുകൊണ്ടാണ് മുശ്രിക്ക് എന്ന് പറയുന്നത്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കിന്റെ ആളുകൾ. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അംഗീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പോലെ തന്നെ മറ്റുള്ള സ്വഭാവങ്ങളും ശക്തികളും മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചത്. ഇതിനെയാണ് ശരിയല്ല എന്ന് റസൂൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ കൂടെ വേറെ ഒരു ദൈവത്തിനെയും നിങ്ങൾ വെക്കണ്ട. ലാത്ത, മനാത്ത, ഉസ്സ ഇതൊന്നും ഇങ്ങനെ ഒരു ദൈവമില്ല. ഇതൊക്കെ നാം ഉണ്ടാക്കിയ സൃഷ്ടികളാണ്, ഇതൊക്കെ മൺദൈവങ്ങളാണ്, ഇതൊക്കെ വിഗ്രഹങ്ങളാണ്. ഇതിനൊന്നും ജീവനില്ല, ഇത് നമുക്ക് ഉപകരിക്കില്ല, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ അവർക്ക് അവരുടെ കുട്ടി ദൈവങ്ങളെ നിഷേധിച്ചത് ഇഷ്ടമായില്ല. അതോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് അത് തീരെ അവർക്ക് ഇഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ട യതീമായി വളർന്ന് അബൂജഹലും കൂട്ടരൊക്കെ സ്കൂളുകളിലേക്കും ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ നടക്കുമ്പോൾ ഒരു ഉയർന്ന വിദ്യാഭ്യാസവും ഇല്ലാതെ സ്കൂളും അതുപോലെ തന്നെ പള്ളിയും മദ്രസകളും ഒന്നും കാണാത്ത
ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ചരിത്രം പറയുന്ന ഉമ്മി, എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരുടെ മുന്നിൽ വന്ന് സാഹിത്യമാണ്, അറബി സാഹിത്യമാണ് സംസാരിക്കുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റസൂലുള്ളാഹിനെ അംഗീകരിക്കാനാണ് അവർക്ക് പറ്റാതെ വന്നത്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, അങ്ങനെ ആ രീതിയിൽ കാണുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ആ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന് ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല, സത്യസന്ധനാണ്, അല്ലമീനാണ്. നേരെ മറിച്ച് ഈ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന രീതിയിലല്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹ് ഇങ്ങനെ പറയുമ്പോഴാണ് അവിടുത്തെ ആളുകൾക്ക് റസൂലുള്ളാഹിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഈഗോ എന്ന് പറഞ്ഞാൽ എങ്ങനെ മുഹമ്മദ് വലുതാകുക? നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ നമ്മളെക്കാളും വലുതായി എങ്ങനെ മുഹമ്മദ് വരും? അതിന് മാത്രമല്ല, എന്താണ് മുഹമ്മദിന്റെ അടുത്തുള്ളത്? മുഹമ്മദ് ആട്ടിടയിലാണ്, ആട്ടിനെ മേയിച്ച് നടന്നിരുന്ന ആളാണ്. മുഹമ്മദിന് അധികാരം വാപ്പ രീതിയിൽ പരമ്പരയിലൂടെ ഒരു അധികാരം കൈമാറി വന്ന ആളല്ല, ഒരു രാജാവല്ല, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനല്ല, അല്ലെങ്കിൽ ഒരു പണ്ഡിതനല്ല, അല്ലെങ്കിൽ ഒന്നുമല്ല. ഇങ്ങനെയുള്ള ഒരു പാവപ്പെട്ട ഒന്നിനും പറ്റാത്ത മുഹമ്മദെ എങ്ങനെ റസൂലുള്ളാഹ് ഇത് അംഗീകരിക്കാൻ പറ്റാത്തവരായിരുന്നു മുശ്രിക്കീങ്ങൾ. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ബൈത്തുൽ ഹറം, അതായത് നമ്മളെ കഅബയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന, കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജബൽ അബീ ഖുബൈസിൽ നിന്ന്, അത് മലയാണ് ജബൽ അബീ ഖുബൈസ് എന്ന വലിയ മല. ആ മലയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്നിട്ട് യാ മഅശറ ഖുറൈശ് എന്നിങ്ങനെ വിളിച്ചു. ഓ ഖുറൈശി സമുദായമേ, വലിയ ശബ്ദത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത്. ഈ വിളി കേട്ടപ്പോൾ കഅബയുടെ ചുറ്റുഭാഗത്തും ജബൽ അബീ ഖുബൈസിലും, അതുപോലെ തന്നെ ജബൽ അബീ ത്വാലിബ്, ഇതേപോലെ തന്നെ ശുഅബ അബീ ത്വാലിബ്, ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്ന കച്ചവടമൊക്കെ നടത്തിയിരുന്ന എല്ലാ അറബികളും, ആണും പെണ്ണും വൃദ്ധന്മാരും എല്ലാവരും ആ ശബ്ദം കേട്ട് ഇത് മുഹമ്മദ് നബിയുടെ ശബ്ദമാണെന്നുള്ള രീതിയിൽ ശബ്ദം വന്ന ഭാഗത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി ജബൽ അബീ ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ താഴെ നിന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ പർവ്വതത്തിന്റെ മുകളിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവരോട് ചോദിക്കുന്നു, ഓ മക്കക്കാരെ, ഞാൻ ഈ നിൽക്കുന്ന ജബൽ അബീ ഖുബൈസ്, ഇതിന്റെ പിന്നിലൂടെ ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ശത്രുക്കൾ നമ്മുടെ കഅബ ഒളിക്കാൻ വേണ്ടി, നമ്മെ ആക്രമിക്കാൻ വേണ്ടി, നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് വരുന്നു എന്ന വാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? നമ്മൾ സൗഭാഗ്യ ചോദ്യം. ആ കൂടിയിരുന്ന ആളുകൾ ഒന്നടക്കം പറഞ്ഞു, നാം വിശ്വസിക്കും. കാരണം ഇന്നേ വരെ കളവ് പറയാത്ത ആളാണ് നിങ്ങൾ, ഇന്ന് വരെ വെറും സത്യം മാത്രം പറഞ്ഞ ആളാണ് നിങ്ങൾ, അതുകൊണ്ട് വിശ്വസിക്കും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അതിനേക്കാളും ഗൗരവമുള്ള ഈ ജബൽ അബീ ഖുബൈസിന്റെ പിന്നിൽ നിന്ന് ശത്രുക്കൾ വന്ന് നമ്മെ നശിപ്പിക്കുന്നതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് ഇത് കേട്ടപ്പോൾ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനായ അബൂലഹബ. അബൂലഹബ അവിടുന്ന് ആ ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അലിജമഅതനാ ഹാദാ, ഈ നിസ്സാരമായ കാര്യം പറയാനാണോ നീ നമ്മൾ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനാണോ നീ നമ്മൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞാൽ നിനക്ക് നാശം വരട്ടെ എന്ന് റസൂലുള്ളാഹിന്റെ പിതൃ സഹോദരനാണ് ആദ്യമായി റസൂലുള്ളാഹിന്റെ ദഅവത്തിന് എതിര് നിന്നത്. ഖുർആൻ പറ്റിയില്ല. ഖുർആൻ അപ്പം തന്നെ ഖുർആനിലൂടെ ഒരു ആയത്ത്, ഒരു സൂറത്ത് തന്നെ ഇറക്കി. മുഹമ്മദ് നബിക്ക് എല്ലാ നാശം വരേണ്ടത്, അബൂലഹബേ നിങ്ങൾക്കാണ് നാശം വരേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഏത് കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും ഖുറൈശി സമുദായത്തിൽ എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അറബി ഗോത്രങ്ങൾക്കിടയിൽ ആ മക്കയിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് മധ്യം പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വേണം. ഒരു തീരുമാനം പറയണമെങ്കിൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണം. എന്നാൽ റസൂലുള്ളാഹിനേക്കാളും പ്രായം കൂടിയ ആളുകളെ നാട്ടിലുണ്ട്. റസൂലുള്ളാഹിനേക്കാളും അന്ന് വലിയ വലിയ ഇഞ്ചിയിലും തൗറാത്തൊക്കെ വായിച്ചിരുന്ന വാക്കത്തബിലെ നൗഫലിനെ പോലത്തെ പണ്ഡിതന്മാരും ആ നാട്ടിലുണ്ട്.
പണ്ഡിതന്മാരുള്ള നാടാണ്. ഖുർആനല്ല അന്നത്തെ ഇഞ്ചീലും തൗറാത്തും ഇതൊക്കെ ശരിക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയ പണ്ഡിതന്മാരാണ്. അതേപോലെ തന്നെ പേരും പ്രശസ്തിയും എല്ലാവരുള്ള ആളുകളുമുണ്ട്. പക്ഷെ ഒരു തീരുമാനം പറയണമെങ്കിൽ, ഒരു മദ്യം പറയണമെങ്കിൽ, ഒരു പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയണം. ഇതായിരുന്നു മക്കക്കാർക്ക് റസൂലുള്ളാഹിനോടുള്ള ദേഷ്യം. കഅബ പുതുക്കിപ്പണിയണമെന്ന് തീരുമാനമെടുത്തു. കഅബ പുതുക്കിപ്പണിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 35ാമത്തെ വയസ്സിലാണ് സംഭവം. ഈ 35ാമത്തെ വയസ്സിൽ കഅബ റസൂലുള്ളാഹി ആയിട്ടില്ല, 40ാമത്തെ വയസ്സായിട്ടില്ല. ആ 35ാമത്തെ വയസ്സിൽ കഅബ പുതുക്കിപ്പണിയുമ്പോൾ അതിലുണ്ടായിരുന്ന ഹജർ അസ്വദിനെ പുറത്തു വെച്ച് കഅബ പണിതതിനു ശേഷം ഈ ഹജർ അസ്വദ് കഅബയുടെ ഒരു ഭാഗത്ത് വെക്കണം, ഒരു മൂലയിൽ വെക്കണം. ഇത് ആരെടുത്ത് വെക്കും? തർക്കമാണ് അറബികൾക്കിടയിൽ തർക്കം വന്നു. കാരണം ഹജർ അസ്വദിനും കഅബക്കും വലിയ മഹത്വം, വലിയ ബഹുമാനം നൽകി വന്നവരാണ് ജാഹിലിയായ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പൊ ഇത് ആരെടുത്ത് വെക്കും? ഇത്രയും ശറഫാക്കപ്പെട്ട ഈ ഹജർ അസ്വദ് എടുത്ത് കഅബയുടെ ഒരു മൂലയിൽ ഒരു ഭാഗത്ത് ആര് വെക്കും? തർക്കം രൂക്ഷമായി. അവസാനം അവിടെ കൂടിയിരുന്ന വലിയ ആളുകൾ തീരുമാനം പറഞ്ഞു, ഈ ബാബ് അഥവാ ബാബുസ്സലാമിലൂടെ കഅബയിലേക്ക് കടന്നു വരാനുള്ള വാതിലാണ്. ഈ വാതിലിലൂടെ ആദ്യം ആരാണോ കയറി വരുന്നത് അയാളെ കൊണ്ട് നമുക്കിത് വെക്കാൻ വേണ്ടി പറയാം. വേറെ തർക്കങ്ങളൊന്നും വേണ്ട. ഭാഗ്യം ഇതിലൂടെ ഇപ്പൊ നമ്മൾ ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ സമയത്ത് ഈ വാതിലിലൂടെ ബാബുസ്സലാമിലൂടെ ആരാണോ ഈ കഅബയുടെ ഹറമിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് ആ വ്യക്തിയായിരിക്കും അതിന് അർഹനായത്. അല്ലാഹു തആല കാണിച്ചിരുന്നതാണ്. അപ്പൊ അയാളെ കൊണ്ട് നമുക്ക് ഇതെടുത്ത് വെക്കാൻ വേണ്ടി പറയാം. എല്ലാ ഗോത്രക്കാരും സമ്മതിച്ചു. അങ്ങനെ ഓരോരുത്തരും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതിലൂടെ വരുന്ന ആളാരാണ് എന്ന രീതിയിൽ ഓരോ ഗോത്രത്തിലെയും ആളുകൾ അവരവരുടെ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഇതിലൂടെ കടന്നു വന്നാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ച് കുതിച്ചു നിൽക്കുമ്പോൾ ആ വാതിലിലൂടെ കടന്നു വന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് ഓരോടെങ്കിലും തർക്കം ഉണ്ടായിരുന്നു. നിങ്ങൾ കാര്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, അതുകൊണ്ട് ഈ ഹജർ അസ്വദ് എടുത്ത് വെക്കേണ്ടത് നിങ്ങളാണ് നബിയെ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെയ്ത മാതൃക, റസൂൽ ഏറ്റവും നല്ല മധ്യസ്ഥ വഹിച്ച ആളാണെന്ന് പറയാനുള്ള തീരുമാനം. അല്ലാഹുവിന്റെ റസൂൽ റസൂലുള്ളാഹി ശറഫാക്കപ്പെട്ട തോളത്തുണ്ടായിരുന്ന ഷാൾ എടുത്ത് റസൂൽ നിലത്ത് വിരിച്ചിട്ട് ഹജർ അസ്വദ് എടുത്ത് ആ കഅബ ഹജർ അസ്വദ് എടുത്ത് ആ ഷാളിൽ വെച്ച് ആ ഗോത്രത്തിലുണ്ടായിരുന്ന ഓരോ ഗോത്രത്തലവന്മാരെ വിളിച്ച് ഇതിന്റെ ഷാളിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ വ്യക്തികളും കൂടി പിടിക്കുക, ഓരോ ഗോത്രത്തിൽ നിന്നും മുതിർന്ന ആളുകൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകളെ പങ്കെടുപ്പിച്ച് ആ ഷാള് പിടിപ്പിക്കുകയും എല്ലാ ഗോത്രക്കാരും പിടിച്ച് ആ ഷാളിലുണ്ടായിരുന്ന ഹജർ അസ്വദ് കൊണ്ടുവന്ന് ആ കഅബയിൽ എവിടെയാണോ വെക്കേണ്ടത് അവിടെ എത്തിയപ്പോൾ ആ ഷാളിൽ നിന്ന് എടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും സന്തോഷമായി. കാരണം എല്ലാ ഗോത്രക്കാർക്കും അതിൽ പങ്കുണ്ടായി. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന റസൂൽ, എല്ലാ വിഷയങ്ങളും പരിഹാരമുണ്ടാക്കി കൊടുത്തിരുന്ന റസൂൽ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതോടുകൂടി പിന്നെ നമുക്ക് അറിയാം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്ന പ്രശ്നങ്ങളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അബൂ ത്വാലിബ് ജീവിച്ചിട്ടുണ്ടാകുന്ന കാലം വരെ റസൂലുള്ളാഹിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം അബൂ ത്വാലിബ് മക്കയിലെ ഒരു ഖുറൈശി നേതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന ഏത് പ്രശ്നങ്ങളും അത് പിടിച്ചു നിർത്തുവാനും അതിൽ സംസാരിക്കുവാനും റസൂലുള്ളാഹിക്ക് വേണ്ട സപ്പോർട്ടുകൾ സഹകരണങ്ങൾ ചെയ്യുവാനും പിതൃ സഹോദരനായ അബൂ ത്വാലിബ് മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അബൂ ത്വാലിബ് ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വലിയ സമ്പന്നയായിരുന്നു. നമുക്കറിയാം ഈ കോടികളുടെ സമ്പന്നയായ ഖദീജ ബീവിയുടെ ഭർത്താവ് എന്ന രീതിയിൽ അന്നും ഖദീജ ബീവി നിലനിൽക്കുന്ന കാലത്തോളം റസൂലുള്ളാഹിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഖദീജ ബീവിയുടെ സമ്പത്തും അബൂ ത്വാലിബ് എന്നവരുടെ ആ ഒരു പദവിയും ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പ്രബോധനം നടത്തിയവരാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള താങ്ങും തണലും ഈ രണ്ട് വ്യക്തികളാണ്. ഒന്ന് പ്രിയമന്ത്രി ഖദീജ ബീവി, മറ്റൊരു റസൂലുള്ളാഹിയുടെ പിതൃ സഹോദരൻ അബൂ ത്വാലിബ്. ഇവര് രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് നബൂവത്ത് കിട്ടി. ഈ 40 വയസ്സ് വരെ റസൂലുള്ളാഹിയോട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹിനെ കൂടെ വിശ്വസിച്ചിരുന്ന സ്വഹാബാക്കൾക്ക് വലിയ പ്രശ്നം തന്നെ. റസൂലുള്ളാഹിനെ കൂടെ വിശ്വസിച്ചിരുന്ന പാവങ്ങളായിരുന്ന
ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, സുമയ്യ ബീവിയെ പോലെ ഇങ്ങനെയുള്ള പാവങ്ങളായ വളരെ വഈഫായ ഫഖീറ മിസ്കീനായ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വലിയ ഉപദ്രവം ഉണ്ടായിരുന്നു. ചെറുതാക്കി രണ്ട് വ്യക്തികൾ ഉണ്ടായതിന്റെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തിയിരുന്നു. പക്ഷെ പരസ്യമായി നടത്താൻ പറ്റിയിരുന്നില്ല. പരസ്യമായി നടത്താൻ പറ്റിയത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് പിന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പരസ്യമായി ദീൻ നടത്തിയിട്ടില്ല, ദീൻ പ്രബോധനം നടത്തിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി എന്തിനെ പേടിച്ച് നമ്മളിങ്ങനെ ഓടിച്ച് വളരെ രഹസ്യമായി പ്രബോധനം ചെയ്യുന്നു, പരസ്യമായി പ്രബോധനം ചെയ്യുന്ന രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ദീൻ പ്രബോധനം നടത്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നമ്മളാണ് പരസ്യമായത്. എന്ത് പരസ്യമായാലും അബൂ ത്വാലിബിന്റെ ശക്തിയും ഖദീജ ബീവിയുടെ ശക്തിയും റസൂലുള്ളാഹിക്ക് വലിയ സപ്പോർട്ടായിരുന്നു. ഈ രണ്ടുപേരും ഒരേ വർഷം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. 3 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ. ആദ്യം അബൂ ത്വാലിബ് മരണപ്പെട്ടു. അബൂ ത്വാലിബ് മരണപ്പെട്ടതിന്റെ 3ാമത്തെ ദിവസം ഖദീജ ബീവി മരണപ്പെട്ടു. 3 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ഇവർ രണ്ടുപേരും മരണപ്പെട്ടു. ഇവരുടെ മരണത്തിന്റെ ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അതുവരെ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചിരുന്ന പാവങ്ങൾക്കായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഉമറിനെ പോലത്തെ ആളുകൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരെ പോലത്തെ ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഉമർ ധീരനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പ്രമാണിയായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, ഖുറൈശികളിൽ പേരും പ്രശസ്തിയുള്ള ആളായിരുന്നു. ആർക്കും അബൂബക്കർ ഒന്നും ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുറൈശിയായിരുന്നു, വലിയ സമ്പന്നനായും ധനികനായും ദാനധർമ്മം ചെയ്തിരുന്ന ആളായിരുന്നു. അലി റളിയല്ലാഹു അൻഹു വലിയ ധീരനായിരുന്നു. ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ ഇവരാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അടിമകളായിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഇവരെ പോലത്തെ ആളുകൾക്കാണ് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിനി നേരെ ബദറിലേക്ക് എത്തിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഖുർആൻ ഓതുന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ വലിയ ഇഷ്ടം. അല്ലാഹു റസൂൽ പറയും, ആർക്കെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എനിക്ക് ഖുർആൻ ഓതി തന്നതുപോലെ ജിബ്രീലിന്റെ ഓത്ത് കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയൻദുർ ഇലാ ഇബ്നു മസ്ഊദിലേക്ക് നോക്ക്. ഇബ്നു മസ്ഊദ് ഖുർആൻ ഓതുന്നത് അത് ജിബ്രീൽ ഓതുന്നത് പോലെയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു. ഇങ്ങനെ ഒരു സ്വഹാബിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനേക്കാളും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ ശബ്ദമുള്ള ആളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷെ ബിലാലിന്റെ ഖുർആൻ ഓതിനെ കുറിച്ച് റസൂൽ അങ്ങനെ പറഞ്ഞില്ല. ബിലാലിന്റെ ബാങ്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ബാങ്കിനെ പറ്റിയാണ് ബിലാലാണ്, ഖുർആൻ ഓതിനെ പറ്റിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ എല്ലാവർക്കും ഇബ്നു മസ്ഊദിന്റെ ഓത്ത് വലിയ ഇഷ്ടമായി. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെ ഓത്ത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണെന്നും മറ്റുള്ള സ്വഹാബത്തിനും ഇഷ്ടമാണെന്ന് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ഒരു ദിവസം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ ഖുർആൻ ഓതുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, നിങ്ങൾ ആ ഖുർആന്റെ ആ ശബ്ദമാധുര്യം കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് മാറിപ്പോയി, ദുനിയാവിന്റെ എല്ലാ ചിന്തകളും മാറിപ്പോകുകയാണ്. സാക്ഷാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. നിങ്ങളുടെ ഖുർആനോത്തിന് വലിയ ശക്തിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയെ, അങ്ങനെയാണെങ്കിൽ ഈ അബൂ ജഹൽ അതുപോലെ തന്നെ ഉത്ബ ശൈബത്ത് റബീഅത്ത് ഇവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവരെ മുന്നിൽ പോയി ഞാൻ എന്റെ ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരെന്റെ ഈ ഖുർആനിൽ ആകർഷിതരായി അവർ ഖുർആൻ കേട്ട് ഇസ്ലാമിലേക്ക് വന്നാലോ, അതിനുള്ള അവസരം തരുമോ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരെ ഈ ശത്രുക്കളുടെ അടുക്കിലേക്കാണ് പോകുന്നത്. അവിടെ പോയി
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അത് കേൾക്കെ അബൂജഹൽ മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ മനമാറ്റം വരാൻ തുടങ്ങി. അബൂജഹലിന് തോന്നി ഈ ഖുർആൻ പാരായണം ഈ ഇബ്നു മസ്ഊദ് നിർത്താതെ ഇങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഞാനും മുഹമ്മദിന്റെ മതത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ഈ അബൂജഹലോട് എഴുന്നേറ്റ് വന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഇബ്നു മസ്ഊദിന്റെ മുഖത്തടിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചെവിയുടെ ഭാഗത്താണ് അടി കിട്ടിയതെന്ന് ഹദീസിൽ കാണാം. അബൂജഹൽ വലിയ മനുഷ്യനാണ്, വലിയ ആരോഗ്യവും ശരീരപ്രകൃതിയും ശക്തിയും ഒക്കെ ഉള്ള ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബൂജഹലും ഈ രണ്ട് വ്യക്തികളാണ് ഏറ്റവും വലിയ ശക്തിശാലികളും ആരോഗ്യമുള്ള ആളുകളും. ഇവർ രണ്ടാളും ആദ്യം മുസ്ലിമായിരുന്നില്ല. അബൂജഹൽ ഒരിക്കലും മുസ്ലിമല്ല. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം അല്ലാത്ത കാലത്തായിരുന്നു. ആ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുവേ ഇത്രയും വലിയ ശക്തിശാലികളായ ഉമർ, അബൂജഹൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് തന്നൂടെ, എന്നാൽ ഇസ്ലാമിന് ശക്തി ഉണ്ടാകുമല്ലോ. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിൽ ഉമറൈൻ. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അല്ലാഹുവേ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണേ. രണ്ടാലൊരു ഉമർ എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബാണ്, ഇനിയൊന്ന് ഈ പറയപ്പെട്ട സാക്ഷാൽ അബൂജഹലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ വന്ന വാക്ക് ഉമറൈനി, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിൽ ഉമറൈനി. രണ്ടാലൊരു ഉമർ എന്നാണ്, രണ്ടാലൊരു അബൂജഹൽ എന്നല്ല. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് വലിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അതേപോലെ ശക്തിശാലിയായ അബൂജഹൽ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കവളത്തടിച്ച് ചെവി ഇങ്ങനെ കീറി, ചെവി പൊട്ടി, രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുമ്പോൾ ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെവിയും ഇങ്ങനെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് കരഞ്ഞുകൊണ്ട് വന്ന റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അബൂജഹലിന്റെ മുഖത്ത് നോക്കി പാരായണം ചെയ്തതിന്റെ പേരിൽ അവനിൽ നിന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാണ്, എന്റെ ചെവി കീറിപ്പോയി നബിയേ, രക്തം ധാരധാരയായി ഒഴുകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിലും കണ്ണുനീരൊഴുകി. റസൂൽ ഇബ്നു മസ്ഊദിനെ കെട്ടിപ്പിടിച്ച കാരണം അല്ലാഹു റസൂൽ സമ്മതം കൊടുത്തതിന്റെ പേരിലാണ് ഇബ്നു മസ്ഊദ് അവിടെ പോയത്. റസൂൽ ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്നു മസ്ഊദ് അവിടെ പോയി ഖുർആൻ ഓതിയത്. ഇങ്ങനെയൊക്കെ ഖുർആൻ ഓതി ഓതിയതിന്റെ പേരിൽ ഇബ്നു മസ്ഊദിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, അതിന് കാരണക്കാരൻ ഞാനാണല്ലോ എന്നുള്ള വിഷമത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ നസല മലക്കുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ ഇറങ്ങി വന്നു. ആ സദസ്സിലേക്ക്, രണ്ടാളും പൊട്ടിക്കരയുന്ന സദസ്സിലേക്ക്, അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരയുന്ന സദസ്സിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കരയുന്നു, ഇബ്നു മസ്ഊദ് കരയുന്നു. ഈ രണ്ടാളുകളെ കണ്ട് ജിബ്രീൽ ചിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ എന്താ നീ ചിരിക്കുന്നത്? ഇബ്നു മസ്ഊദിന്റെ അവസ്ഥ നീ കണ്ടില്ലേ? ഈ അവസ്ഥയിൽ നാം വേദനിച്ച് സങ്കടത്തോടുകൂടി കരയുമ്പോൾ നീ ചിരിക്കുകയാണോ? അവൻ ജിബ്രീൽ പറഞ്ഞു, നബിയേ ഇതിന്റെ രഹസ്യം ഞാൻ ഇപ്പോൾ ചിരിച്ചല്ലോ, ഈ ചിരിച്ചതിന്റെ രഹസ്യം പിന്നീട് നിങ്ങൾക്ക് അറിയും നബിയെ, ഇപ്പോൾ ഞാൻ പറയുന്നില്ല, പിന്നീട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു സംഭവം മക്കയിൽ നടന്നു. ഖുർആൻ ഓതിയാലും ബുദ്ധിമുട്ടാണ്, ഇബ്നു മസ്ഊദിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ്. ഇനി അല്ലാഹുവിന്റെ റസൂലും അവസാനം ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. കാരണം ഇവിടെ ഖദീജ ബീവി മരണപ്പെട്ടു, അതേപോലെ തന്നെ അബൂ ത്വാലിബ് എന്നവരും മരണപ്പെട്ടു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മക്കയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബയുടെ മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അവിടെ അതുപോലെ തന്നെ ശൈബത്തും അബൂജഹലും കൂട്ടരെല്ലാവരും ഇരിക്കുന്നു. അവര് തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ അബൂജഹൽ ആ കൂട്ടത്തിനോട് ചോദിച്ചു, കണ്ട ഈ മുഹമ്മദിന്റെ വീട്ടിൽ നിസ്കരിക്കാതെ ഇവിടെ വന്ന് നമ്മൾ കാണാൻ വേണ്ടി നിസ്കരിക്കുകയാണ്. അതുകൊണ്ട് ഈ നിസ്കാരത്തിനെ ഇല്ലാതെയാക്കാനും നിസ്കാരത്തിന്റെ ഫസാദാക്കാനും ഈ നിസ്കാരം നശിപ്പിക്കാൻ
നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഏത് കൂട്ടത്തിലും ഒരു ബുദ്ധി കുറഞ്ഞ ആളുകൾ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കാനും ചെയ്യാനും ഒരു ബുദ്ധി കുറഞ്ഞ ആളുകൾ ഉണ്ടാവും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ടവൻ എന്ന് ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിച്ച ഒരു വ്യക്തി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. വളരെ പരാജയപ്പെട്ടവൻ. റസൂലുള്ളാഹിന്റെ സമുദായത്തിൽ അത്രയും പരാജയപ്പെട്ടവൻ വേറെ ഇല്ല എന്നാണ്. ആ പരാജയപ്പെട്ടവനോട് എഴുന്നേറ്റ് നിന്നവരാണ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എഴുന്നേറ്റ് നിന്ന് അബൂജഹലിനോട് പറയാണ്, റസൂലുള്ളാഹിന്റെ നിസ്കാരം ഞാൻ നശിപ്പിക്കാം. അവരാണ് ഏറ്റവും വലിയ പരാജയൻ. ഒരുപാട് രീതിയിൽ റസൂലുള്ളാഹിനെ ദ്രോഹിച്ചവരാണ് ഉഖബത്ത്. ഉഖബയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അവന്റെ അവസാനം അന്തിമം വളരെ മോശമായിരുന്നു. അങ്ങനെ അവൻ റസൂലുള്ളാഹിന്റെ നിസ്കാരം ഞാൻ നശിപ്പിക്കാമെന്ന് പറഞ്ഞ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് കഅബയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അറവുശാലയിലേക്ക് പോകുകയും ആ അറവുശാലയിൽ തലേന്ന് രാത്രിയിൽ അറുത്ത് വെച്ചിരുന്ന ഒട്ടകത്തിന്റെ കുടൽമാലകൾ, ഒട്ടകത്തിന് അറുത്തതിന്റെ കുടൽമാല, ഒട്ടകം എന്ന് പറയുന്ന ജീവിനെ തന്നെ നമുക്കറിയാം, അതിന്റെ വലുപ്പവും ഏറ്റവും വലിയ ജീവിയാണ് ഒട്ടകം. ലോകത്തുള്ള എല്ലാ ജീവികളുടെയും എല്ലാ ജീവികളെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒന്ന് ഒട്ടകത്തിലുണ്ട് എന്നാണ് ഒട്ടകത്തിന്റെ ചരിത്രം പറയുന്നത്. ലോകത്തുള്ള മറ്റുള്ള ഏത് ജീവികൾ എടുക്കുകയാണെങ്കിലും ആ ജീവികളെ എല്ലാത്തിനെയും നമുക്ക് ഈ ഒട്ടകത്തിൽ കാണാൻ പറ്റും. ഒട്ടകത്തിൽ ഇല്ലാത്ത ഒന്നില്ല. അങ്ങനെ ഈ ഒട്ടകത്തിന്റെ കുടൽമാല, ഒട്ടകം തന്നെ വലിയ ജീവിയാണ്, അതിന്റെ കുടൽമാല വലുതാണ് നമുക്കറിയാം. അത് ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്തിനെ എടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം ഒറ്റയ്ക്ക് പറ്റൂല. എന്നിട്ടും സമയമെടുത്ത് ഒരുപാട് സമയങ്ങൾ എടുത്ത് അവൻ ആ അറവുശാലയിൽ നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ച് കൊണ്ടുവന്ന് അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കുന്ന കഅബയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുകൂഇലേക്ക് സുജൂദിലേക്ക് പോകുന്ന സമയം നോക്കി സുജൂദിലേക്ക് പോയപ്പോൾ ആ കുടൽമാല എടുത്ത് റസൂലുള്ളാഹിന്റെ ആ കഴുത്തിൽ ചാർത്തി കൊടുത്തു. വലിയ കുടൽമാല നമുക്കറിയാലോ. റസൂലുള്ളാഹിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ സുജൂദിൽ കിടന്ന് ശ്വാസതടസ്സമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പോകുമോ എന്ന പേടി പോലും ഇതൊന്നും റസൂലുള്ളാഹി അറിയുന്നില്ല. റസൂലുള്ളാഹി നിസ്കാരത്തിലാണ്. ഈ കാഴ്ച ദൂരയിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണാണ്. പക്ഷേ ആ സദസ്സിലേക്ക് പോയി ആ കുടൽമാല നീക്കാനുള്ള ധൈര്യം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഇല്ല. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അബൂജഹൽ അടിച്ചത്. ഇബ്നു മസ്ഊദ് വളരെ പൊക്കം കുറഞ്ഞ പാവപ്പെട്ട ആട്ടിടയനായ ഒരു അടിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ ഇവർ ചെയ്യുന്ന പരാക്രമങ്ങളെ എതിർക്കാനുള്ള ധൈര്യം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. ഇബ്നു മസ്ഊദ് ഈ കാഴ്ച കണ്ട് നേരെ പോയത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോയി പറഞ്ഞു, നിങ്ങളുടെ പിതാവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി വരുന്നത് ഫാത്തിമ ബീവിയാണ്. അങ്ങനെ ഫാത്തിമ ബീവി വന്ന് ഒരുപാട് സമയമെടുത്ത് ആ കുടൽമാല റസൂലുള്ളാഹിന്റെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ച് റസൂൽ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ചു. ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. ഇതൊക്കെ കണ്ട് അപ്പുറത്തുനിന്ന് ചിരിക്കുകയാണ് അബൂജഹലും കൂട്ടരും. അവര് ചിരി പരിശുദ്ധമാക്കപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നത് ചിരിച്ച് അവർ ചിലരുടെ മേത്ത് ഇങ്ങനെ വീണു പോകുകയാണ്. അത്രത്തോളം അവര് പൊട്ടിച്ചിരിക്കുകയാണ്, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ചിരി കൊണ്ട് ഒരാളുടെ ശരീരത്തിലേക്ക് കൊണ്ട് വീഴുകയാണ്, ചായുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണം എന്ന് പറയുന്ന ഫാത്തിമ ബീവി നേരെ അബൂജഹലിന്റെ ഭാഗത്തിലേക്ക് തിരിഞ്ഞു നിന്ന് അവരെ ചീത്ത പറയാൻ തുടങ്ങിയത്. കാരണം തന്റെ പിതാവിനെ ദ്രോഹിച്ചത്, തന്റെ പിതാവിനെ ബുദ്ധിമുട്ടിച്ചത് ഫാത്തിമ ബീവിക്ക് സഹിച്ചില്ല.
ഫാത്തിമ ബീവി അവരെ ചീത്ത പറയാൻ വേണ്ടി നിന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചു പറഞ്ഞു, ഫാത്തിമ, നീ ഒരു പ്രവാചകന്റെ മകളാണ്. അവര് പറയുന്നത് പോലെ, അവര് ചെയ്യുന്നത് പോലെ ചെയ്യാനും പറയാനും ഉള്ളവരല്ല നാം. പക്ഷെ ഫാത്തിമ ബീവിക്ക് സമാധാനമാകുന്നില്ല. ഫാത്തിമ ബീവിക്ക് ദേഷ്യം വരുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇരു കൈകളും കഅബയുടെ മുന്നിലേക്ക് ഉയർത്തി അല്ലാഹുവിന്റെ റസൂലിന് പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ അലൈക അബാ ജഹൽ, അല്ലാഹുമ്മ അലൈക റബീഅ, അല്ലാഹുമ്മ അലൈക ഉത്ബ, അല്ലാഹുമ്മ അലൈക ശൈബ. ഇങ്ങനെ 14ഓളം ആളുകളുടെ പേരുകൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി 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 പറഞ്ഞോളം 14ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ശത്രുക്കൾ. ഇവരെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു വന്ന ഇവർക്ക് വേണ്ടത് നീ കൊടുക്കണേ. ഇതായിരുന്നു റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ 14 ആളുകളുടെ പേരും ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. കാരണം ദുആ ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. ദുആയാണെങ്കിലോ കഅബയുടെ മുറ്റത്ത് വെച്ച്, ദുആ ചെയ്യുന്നതോ അല്ലാഹുവിന്റെ റസൂൽ. ഇതിങ്ങനെ ദുആ ചെയ്തപ്പോൾ അബൂജഹലിനും കൂട്ടർക്കും വലിയ വിഷമമായി. കാരണം റസൂലുള്ളാഹി ദുആ ചെയ്താൽ ആ ദുആ ഫലിക്കും എന്നത് ശത്രുക്കൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി ദുആ ചെയ്താൽ ആ ദുആ ഫലിക്കും എന്നത് ശത്രുക്കൾക്ക് പോലും വിശ്വാസമാണ്. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മരുമകൻ റസൂലുള്ളാഹിന്റെ മകളെ ത്വലാഖ് ചൊല്ലി റസൂലുള്ളാഹിനോട് വളരെ മോശമായ രീതിയിൽ പെരുമാറി. അവിടുന്ന് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അത് അടിസ്ഥാനത്തിൽ ആ മകൻ നശിച്ചത്, ആ മരുമകൻ നശിച്ചതൊക്കെ അവർ കണ്ടതാണ്. പൊതുവെ റസൂലുള്ളാഹി ഒരാൾക്കും ശാപപ്രാർത്ഥന നടത്താറില്ല. ഒരാൾക്കും റസൂലുള്ളാഹി ശാപപ്രാർത്ഥന നടത്താറില്ല. മരുമകന് വേണ്ടി ശാപപ്രാർത്ഥന നടത്തിയതല്ല. കാരണം അബൂ താലിബിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു. കാരണം ഇദ്ദേഹം വന്ന റസൂലുള്ളാഹിന്റെ മകളെ ത്വലാഖ് ചൊല്ലി റസൂലുള്ളാഹിന്റെ മകൾ ഇട്ടെറിഞ്ഞു പോകുന്ന പോക്കിൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് തുപ്പി. ഒരു മകളുടെ ഭർത്താവാണ് റസൂലുള്ളാഹിന്റെ മുഖത്ത് തുപ്പുന്നത്. ഇത് കണ്ടപ്പോൾ അവിടെ നിന്നിരുന്ന അബൂ താലിബിന് വിഷമമായി. കുട്ടികൾ പോലും മുഖത്ത് തുപ്പുന്നു, അതുകൊണ്ട് നീ നിന്റെ ഈ മതം പ്രചരിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അബൂ താലിബിന് സമാധാനം കിട്ടാൻ വേണ്ടി അല്ലാഹുമ്മ അലൈക ബിൽ ഹസൻ, അല്ലാഹുമ്മ അലൈക എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പ്രാർത്ഥന നടത്തിയ പ്രാർത്ഥന അദ്ദേഹത്തിന് ഏറ്റു. അങ്ങനെ അദ്ദേഹം നശിച്ചു. സിംഹം വന്ന് കീറിയതാണ്. ചരിത്രം ഞാൻ പറയുന്നില്ല. അദ്ദേഹം സിംഹം വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള സംവിധാനങ്ങളും എല്ലാം നോക്കി. കാര്യമില്ല, നശിച്ചുപോയി. അങ്ങനെ ഇപ്പൊ ഈ അബൂജഹലിനെതിരെ അവിടെ കൂടിയിരുന്ന 14 ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന അബൂജഹലിനും കൂട്ടർക്കും വലിയ വിഷമമായി. കാരണം റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അതും കഅബയുടെ മുന്നിൽ. കഅബക്കും അവർ വലിയ സ്ഥാനം നൽകിയിരുന്നു. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന ഫലിക്കുമെന്ന് വിശ്വസിച്ചവരുമായി. ഇങ്ങനെ ഈ 2 സംഭവങ്ങളും നടന്നു. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അവിടെ സുജൂദ് ചെയ്യാൻ പറ്റണില്ല, മുസ്ലിമീങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റണില്ല. ഇങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളുമായപ്പോൾ പടച്ച തമ്പുരാനാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ് ഹിജ്റ പോകാൻ വേണ്ടി. എങ്ങനെയാണ് ഹിജ്റ ഉണ്ടായത് നമുക്കറിയാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ പോകുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഹിജ്റ പോയതെന്ന്. ശത്രുക്കൾ അറിയാതെ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലടക്കം കൊന്നു കളയുന്ന രീതിയിലായിരുന്നു ശത്രുക്കള്. അപ്പൊ ഈ ഹിജ്റ പോയത് തന്നെ നമുക്കറിയാം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കയ്യിൽ വേണ്ട സാധനങ്ങളോ ഒന്നും കരുതാതെ, തന്റെ എല്ലാ കൂട്ടുകുടുംബങ്ങളെയും എല്ലാവരെയും വിട്ടേച്ച് വീടും സ്വത്തും സമ്പത്തും എല്ലാം ഇട്ട് വളരെ രഹസ്യമായി ആ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ പോക്കാണ് ഹിജ്റ. ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല, നമുക്കറിയാം. ഇങ്ങനെ അവിടെ മദീനയിലേക്ക് വെറും കൈ കൊണ്ട് ഒന്നുമില്ലാതെ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പോയ ഈ മക്കയിൽ നിന്ന് പോയ പാവങ്ങളെ സ്വീകരിച്ചവരാണ് മദീനക്കാര്. അതുകൊണ്ടാണ് മദീനക്കാരെ അൻസ്വാരികൾ എന്ന് പറയുന്നത്. അൻസ്വാർ എന്ന് പറഞ്ഞാൽ സഹായിച്ചവർ. മക്കയിൽ നിന്ന് പോയവര് മുഹാജിരീങ്ങൾ, ഹിജ്റ പോയവർ. അപ്പൊ ഈ ഹിജ്റ പോയ ആളുകളെ സ്വീകരിച്ചവരാണ് അൻസാരികൾ. അൻസാരികൾ സ്വീകരിച്ച് 2 കുതിര ഉണ്ടായിരുന്ന ഒരു സ്വഹാബി, മദീനയിലെ സ്വഹാബി, ഒരു കുതിര മക്കക്കാരന് കൊടുത്തു. 2 വീടുണ്ടായിരുന്ന മദീനക്കാരൻ ഒരു വീട് മക്കക്കാരന് കൊടുത്തു. അതേപോലെ 2 ഭാര്യ ഉണ്ടായിരുന്ന മദീനക്കാരൻ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലുകയും മറ്റേ മക്കക്കാരന്റെ കല്യാണം നിക്കാഹ് ചെയ്യിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരുടെയും മക്കക്കാരുടെയും ഒരു കുടുംബബന്ധം, ഒരു സഹോദരി ബന്ധം നിലനിർത്തി. ഇസ്ലാമിൽ 3 രീതിയിലാണ് ബന്ധം നിലനിൽക്കുന്നത് നമുക്കറിയാം. ഒന്ന് രക്തബന്ധം അഥവാ നമ്മുടെ കുടുംബബന്ധം. 2 നാം കല്യാണം കഴിച്ച് വരുമ്പോ ആ കല്യാണ വീട്ടിൽ നിന്നുണ്ടാകുന്ന പെൺകെട്ട് ബന്ധം. 3 നാം മുലകുടി ബന്ധം. വേറെ നമ്മുടെ ഉമ്മ അല്ലാത്ത വേറെ ഏതെങ്കിലും ഉമ്മയുടെ മുലകുടി നാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ബന്ധം. ഇങ്ങനെ 3 ബന്ധമാണ് ഇസ്ലാമിലുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് 4ാമത്തെ ഒരു ബന്ധമുണ്ടാക്കി മക്കക്കാരനും മദീനക്കാരന്റെയും ഇടയിൽ. മക്കക്കാരെ കൈപിടിച്ച് റസൂൽ മദീനക്കാരിലേക്ക് കൊടുത്തു. ആഹാ ബൈന ബൈന, നിങ്ങൾ രണ്ടുപേരും ഇനി സഹോദരന്മാരാണെന്ന് പറഞ്ഞു. ഇസ്ലാമിലെ സഹോദരന്മാരാണ്. അങ്ങനെ എനിക്കൊരു സഹോദരനെ കിട്ടി, എനിക്കൊരു കൂടപ്പുറപ്പിനെ കിട്ടി, ഇസ്ലാമിൽ എനിക്കൊരു സഹോദരനെ കിട്ടി എന്ന രീതിയിൽ തന്റെ സ്വത്തിന്റെ പകുതി കൊടുത്ത എത്രയോ മദീനക്കാരുണ്ട്. അവരുടെ സ്വത്തും മുതലൊക്കെ പപ്പാതിയാക്കി എന്റെ മക്കക്കാരനായ സഹോദരൻ എന്ന രീതിയിൽ കൊടുത്തപ്പോൾ, ഇതൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അൻസ്വാരികൾ എന്നവരെ വിളിച്ചത്. അൻസ്വാരികൾ സഹായിക്കുന്നവര്. ഒന്നുമില്ലാതെ വന്ന മക്കക്കാർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. അതിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് സ്വത്ത് വേണ്ട. ഒരു മക്കക്കാരൻ പറഞ്ഞതാണ്. മദീനക്കാരെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോ മദീനക്കാര് കൊണ്ടുപോയി സ്വത്തൊക്കെ വീതിക്കുമ്പോ ഈ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ മദീനക്കാരനായ സഹോദരന് കൊടുക്കുന്ന സമ്പത്ത് സ്വീകരിച്ചില്ല. അദ്ദേഹം പറയുന്നത്, എനിക്ക് സമ്പത്ത് വേണ്ട, ഈ മദീനയിലെ മാർക്കറ്റ് എവിടെയെന്ന് കാണിച്ചാൽ മതി, ഞാൻ ബിസിനസ് ചെയ്തോളാം. ഇവിടെ മദീനയിലെ മാർക്കറ്റ് അത് കാണിച്ചെന്നാ മതി. അങ്ങനെ മദീനയിലെ മാർക്കറ്റ് കാണിച്ചു കൊടുക്കുകയും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോയി കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്ത് അങ്ങനെ അദ്ദേഹം വലിയ ബിസിനസ്സുകാരനായി എന്നാണ് ഇസ്ലാം പറയുന്നത്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നുമില്ലാതെ മക്കയിൽ നിന്ന് വന്നവരാണ്. അവസാനം മദീന മാർക്കറ്റിലെ രാജകുമാരനായി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മദീനയിൽ ഈ മക്കക്കാരുടെ സമ്പത്തില്ലാതെ മദീനക്കാരുടെ സമ്പത്ത് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് 2 വർഷം കഴിയുമ്പോൾ ഹിജ്റ 2ാമത്തെ വർഷം, ആ വർഷമാണ് ആദ്യമായിട്ട് ഇസ്ലാമിൽ നോമ്പ് നിർബന്ധമാകുന്നത്. അതുവരെ ഇസ്ലാമിൽ നോമ്പ് നിർബന്ധമല്ലേ, റമദാനിൽ നോമ്പ് നിർബന്ധം ഉണ്ടായിരുന്നില്ല. ആ നോമ്പ് നിർബന്ധമായി ഹിജ്റ 2ാം വർഷം ഇങ്ങനെ ഒരു ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധത്തിനുള്ള കാരണം എന്താണ്? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ ഇട്ട് വന്ന മുതലുകൾ, മുസ്ലിമീങ്ങൾ വലിയ സമ്പന്നരായിരുന്നു. ഒരുപാട് ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ സ്വന്തമായി ഈത്തപ്പഴത്തിന്റെ തോട്ടങ്ങളും അതുപോലെ തന്നെ അത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഗോഡനുകളും ഒക്കെ ഉണ്ടായിരുന്ന വലിയ സമ്പന്നന്മാരാണ്. തായിഫിലേക്കൊക്കെ കൊണ്ടുപോയി ഷാമിലേക്കൊക്കെ കൊണ്ടുപോയി കച്ചവടം നടത്തുന്ന വലിയ ബിസിനസ്സുകാരാണ് സിദ്ദീഖ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ പോലുള്ള സ്വഹാബത്ത്. അപ്പൊ ഇവര് ഹിജ്റ പോകുമ്പോ അതൊക്കെ വിട്ടിട്ടാ പോയത്. ഒരുപാട് മുസ്ലിമീങ്ങളെ സ്വത്ത് മക്കയിൽ കിടക്കുന്നുണ്ട്. ഈ മക്കയിൽ കിടക്കുന്ന സ്വത്തുക്കളൊക്കെ അബൂജഹലും കൂട്ടിന് ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെന്ത് തീരുമാനിച്ച് ഇതൊക്കെ വിറ്റ് കാശാക്കുക. ഇനി ഇവിടുത്തെ ഹിജ്റ നാട് വിട്ടുപോയ മുഹമ്മദ് കൂട്ടരും ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരൂല. അതുകൊണ്ട് ഈ സ്വത്ത് നമുക്കാണ്, അത് നമ്മുടേതാണ്. നമ്മളെ ഈ നാട്ടിലൊക്കെ ഒന്നിപ്പോ കൊണ്ടുവരുന്ന CAA, NRC എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിമീങ്ങളൊക്കെ ഇവിടെ നാട് കടത്തിയാൽ അവരെ സ്വത്തൊക്കെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞ രീതിയിൽ അന്ന് അവര് നടത്തിയ ഒരു പ്ലാനാണ്. മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കളൊക്കെ നമുക്ക് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാ സ്വത്തും വാരിക്കൂട്ടി ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായി. ആ സ്വത്തുക്കളൊക്കെ ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യും. ഷാം എന്ന് പറഞ്ഞാൽ നാം ഇന്ന് ചരിത്രത്തിൽ പഠിക്കുന്ന ഫലസ്തീന്റെ ഭാഗമാണ്. ഫലസ്തീൻ, ഈ ഫലസ്തീൻ എന്ന വാക്ക് ഇസ്ലാമിക വാക്കല്ല. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നോക്കിയാലും അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിച്ചാലും ഫലസ്തീൻ എന്ന വാക്ക് കാണൂല. അത് മുസ്ലിമീങ്ങളുടെ വാക്കല്ല. ഫലസ്തീൻ എന്നല്ല മുസ്ലിമീങ്ങൾ പറയുന്നത്. മുസ്ലിമീങ്ങൾ പറയുന്നത് ഖുർആൻ പഠിപ്പിച്ച ഭാഷയാണ്, അഥവാ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസിന്റെ ഭാഷയാണ്. അവിടേക്ക് പറയുന്നത് ഖുദ്സ് എന്നാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഭാഷ, ഖുദ്സ്.
ഖുദ്സ് ആണ് ഇന്നെല്ലാവരും ഫലസ്തീൻ ഫലസ്തീൻ പറയുന്നത്. ഫലസ്തീൻ എന്ന വാക്ക് ഇസ്രായേലികൾ ഉപയോഗിച്ച വാക്കാണ്, ഖുർആൻ ഉപയോഗിച്ച വാക്കല്ല. ഏതായാലും ഇന്നത്തെ ഫലസ്തീന്റെ ഭാഗം, ഖുദ്സിന്റെ ഭാഗം, അതൊക്കെ ഒരുമിച്ച് കൂടിയ ഭാഗമാണ് ഷാം. ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തു. ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് ആ കാശുമായി അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം, കച്ചവട സംഘം തിരിച്ചു വരുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് പേര് കിട്ടുന്നത്. മക്കയിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ മുതല് അബൂ സുഫിയാനും കൂട്ടരും ഷാമിൽ കൊണ്ടുപോയി വിറ്റ് കാശാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ മുതലാണ്, അത് നമ്മുടെ സ്വത്താണ്, അത് നമുക്ക് വാങ്ങിക്കൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കുകയും മക്കക്കാരെ വിളിക്കുകയും മക്കക്കാരോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് വിവരം പറഞ്ഞു. നമ്മുടെ സ്വത്തുക്കളൊക്കെ കൊണ്ടുപോയി ഒരു വിറ്റ് കാശാക്കി. അവരിതാ ഷാമിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ മദീനയിലൂടെ തന്നെയാണ് പോവുക. ഈ മദീനയിലൂടെ തന്നെയാണ് അവർ മക്കയിലേക്ക് പോവുക. അപ്പൊ മദീനയിൽ വരുമ്പം നമുക്ക് അവരെ തടഞ്ഞു നിർത്തി നമ്മുടെ ഹക്ക് നമുക്ക് ചോദിച്ചൂടെ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആശയമായിരുന്നു. മക്കക്കാരോടാണ് ചോദ്യം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള 4 ഖലീഫമാരും റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ അത് നമ്മുടെ ഹക്കാണ്. ഇവിടെ പാവപ്പെട്ട മദീനക്കാരായ അൻസാരികളുടെ സ്വത്തുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സ്വത്ത് നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ മുറ്റത്തൂടെ ഇങ്ങനെ പോകുമ്പോ അവരെ തടഞ്ഞു നിർത്തി നമുക്ക് നമ്മുടെ ഹക്ക് ചോദിക്കാം. അതിലൊരു തെറ്റുമില്ല, ചോദിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവർ വരുമ്പോ എന്തായാലും ചോദിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഈ ഷാമിൽ നിന്ന് വരുന്ന ശത്രു സംഘം, സ്വത്തൊക്കെ വിറ്റ് വരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വിവരം പറഞ്ഞ് മദീനയിലൂടെ പോകുമ്പോൾ അവര് നമ്മെ പിടിച്ചു നിർത്തുകയും ഈ സ്വത്ത് ചോദിക്കും. അതുകൊണ്ട് നമുക്ക് ഈ മാർഗം മദീനയിൽ മക്കയിലേക്ക് പോകണ്ട, നാം കടൽ മാർഗം അഥവാ കടപ്പുറം അഥവാ ഇന്നത്തെ ജിദ്ദ വഴി നമുക്ക് മക്കയിലേക്ക് പോകാം എന്നവര് തീരുമാനിച്ചു. അങ്ങനെ അവർ ആ വഴി തിരിച്ചു വിട്ടു. പക്ഷെ അവരങ്ങനെ ആ വഴി പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരും അറിയില്ല. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന നബി നിങ്ങളോട് കാത്തുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, അവർ ആ റൂട്ടിലൂടെയാണ്, കടൽക്കരയിലൂടെയാണ് അവർ പോകുന്നത് നബിയെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അവിടെ പോവാം, അവരോട് നമുക്ക് സംസാരിക്കാവുന്ന രീതിയിൽ റസൂലുള്ളാഹി വീണ്ടും ഒരു മുശാവറ, കൂടിയാലോചന നടത്തി സഹാബത്തുമായിട്ട്. അപ്പൊ മക്കക്കാരെല്ലാവരും വീണ്ടും നമുക്ക് പോവാം, ചോദിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹിക്ക് അതുകൊണ്ട് തൃപ്തിയായില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിക്കുന്നത് മദീനക്കാരുടെ സപ്പോർട്ട് കിട്ടുമെന്നാണ് റസൂലുള്ളാഹി പ്രതീക്ഷിക്കുന്നത്. കാരണം മദീനയിലേക്ക് റസൂലുള്ളാഹി വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനക്കാരും തമ്മിൽ അഗ്രിമെന്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ മദീനയിലെ ഏതെങ്കിലും ശത്രുക്കൾ വന്ന് നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ, മക്കയിൽ നിന്ന് അബൂജഹല കൂട്ടര ആരാണെങ്കിലും, ഇനി യഹൂദികളാണെങ്കിലും ജൂതന്മാർ ആരാണെങ്കിലും, ഈ മദീനയിൽ വന്ന നബിയെ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ആക്രമിക്കാൻ നാം വിടൂല, എല്ലാ സംരക്ഷണം മദീനക്കാരായി നാം തരും എന്നുള്ള രീതിയിലുള്ള അഗ്രിമെന്റ് ആണ്. പക്ഷെ ഇതിപ്പോ മദീന വിട്ടുപോകാണ്, മറ്റുള്ളവരുടെ യുദ്ധത്തിന് വേണ്ടിയല്ല, ഹക്ക് ചോദിക്കാൻ വേണ്ടി, യുദ്ധായുധങ്ങളില്ലാതെ. അതിന് മദീനക്കാർ ഒരുവില്ലേ എന്നതാണ് റസൂലുള്ളാഹിക്ക് അറിയേണ്ടത്. മക്കക്കാരൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് റസൂൽ തൃപ്തനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ലോകത്ത് നോക്കിയപ്പോൾ മദീനക്കാർക്ക് മനസ്സിലായി റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്നത് അബൂബക്കറിനെയോ ഉമറിനെയോ അലിനെയോ ഉസ്മാനെയോ അല്ല, മദീനക്കാരായ നാം എന്ത് പറയുമെന്നാണ് റസൂലുള്ളാഹി പ്രതീക്ഷിക്കുന്നത്. അപ്പൊ തന്നെ മദീനക്കാരുടെ നേതാവായ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നുൽ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ നമ്മുടെ സമ്മതത്തിനാണോ നിങ്ങൾ ഇത്രയും ഇങ്ങനെ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ആ സമുദ്രം കാണിച്ച് അതിലേക്ക് ചാടണമെന്ന് പറഞ്ഞാൽ ചാടാൻ തയ്യാറാണ് മദീനക്കാർ. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും, ഈ മദീന വിട്ട് എങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞാലും തങ്ങളുടെ കൂടെ തന്നെ നാം നിൽക്കും. ഒരിക്കലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതുപോലെ നമ്മൾ നിങ്ങളോട് പറയില്ല നബിയെ. മൂസാ നബിന്റെ ആളുകൾ മൂസാ നബിയോട് പറഞ്ഞത്, മൂസാ നബി യുദ്ധമുണ്ട്, ഫിറൗനെതിരിൽ നമ്മൾ ഒരുമിച്ച് കൊള്ളുന്നു പറഞ്ഞപ്പോ, ഫിറൗന്റെ എതിരിൽ നാം ഓരോരുത്തരെയും യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോ മൂസാ നബിന്റെ ആളുകൾ മൂസാ നബിയോട് പറഞ്ഞത്, നിങ്ങൾ പോയി യുദ്ധം ചെയ്തു, നമ്മളില്ല. അതുപോലെ നമ്മൾ പറയില്ല നബിയെ, തങ്ങൾ ഒരു കടല് കാണിച്ചാൽ കടലിലേക്ക് ചാടണം പറഞ്ഞാലും ചാടാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവരെല്ലാവരും മക്കക്കാരും അതുപോലെ തന്നെ മദീനക്കാരും ഒരുമിച്ച് കൂടി
ഈ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. യുദ്ധത്തിന് വേണ്ടിയല്ല. അങ്ങനെ അവര് വെറും തുച്ഛമായ ആളുകൾ, 313 ആളുകൾ, 370 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 370 ആളുകൾ ഒരുമിച്ച് കൂടി. 370 ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകളെ ഒഴിവാക്കി. നിന്റെ വീട്ടിൽ പ്രായം ചെന്ന ഉമ്മയും ബാപ്പയും ഉണ്ട്, നീ പോയിക്കോ, നീ നമ്മുടെ കൂടെ വരണ്ട. നിന്റെ ഭാര്യയ്ക്ക് അസുഖയാണ്, നീ വരണ്ട. അതേപോലെ തന്നെ നീ ചെറിയ കുട്ടിയാണ്, നീ വരണ്ട എന്നുള്ള രീതിയിൽ റസൂൽ ചില ആളുകളെ അവിടുന്ന് മാറ്റി. അങ്ങനെ ബദർ യുദ്ധത്തിൽ നിന്ന് മാറ്റിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ റുഖയ്യ ബീവി അസുഖമായി കിടക്കണം, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നോ, ഭാര്യയെ ശുശ്രൂഷിച്ചോ. അതേപോലെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനും, അതേപോലെ തന്നെ പ്രായമാകാത്ത കുട്ടികളൊക്കെ തിരിച്ചുവിട്ടു. പിന്നെ മദീനക്കാർക്ക് കാവൽ വെക്കാൻ വേണ്ടി കുറെ ആൾക്കാർ മദീനയിൽ നിർത്തി. അങ്ങനെ ഒരുപാട് ആളുകളെ ഒഴിവാക്കിയതിനു ശേഷം വന്ന 313 സഹാബത്ത് മാത്രമാണ് യുദ്ധായുധങ്ങളൊന്നും ഇല്ലാതെ, ചുരുക്കി പറഞ്ഞാൽ വെറും 4 കുതിര, വെറും 4 കുതിരയും അതേപോലെ തന്നെ 70 ഒട്ടകവും 60 പടയങ്കികളും മാത്രമാണ് മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളത്. 313 ആളുകളുമുണ്ട്. ഈ 313 ആളുകൾക്ക് ആകെയുള്ള വാഹനം 60 ഒട്ടകവും 4 കുതിര മാത്രം. അപ്പൊ പകുതിയിലേറെ ആളുകളും കാലുകൊണ്ട് നടക്കണം. 60 ആളുകൾക്ക് എന്തുള്ളൂ? ഒട്ടകമുള്ളൂ. ഇതിൽ 4 ആളുകൾക്ക് കുതിരയുള്ളൂ. അപ്പൊ 64 ആളുകളോട് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള പകുതിയിലേറെ ആളുകളും കൂടുതൽ ആളുകളും നടക്കണം, വാഹനമില്ല. വാളാണെങ്കിലോ വെറും 4 വാള് മാത്രമുള്ളൂ. അതും തന്നെ പൊട്ടിയ വാളുകളാണ്. കാരണം യുദ്ധത്തിന് ഒരുങ്ങിയവരല്ല. യുദ്ധത്തിന്റെ പടയെങ്കിൽ അത് 60 എണ്ണുള്ളൂ. ഇവിടെ ആൾക്കാർ 313. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വലിയ അംഗസംഖ്യകളില്ലാതെ, ആയുധങ്ങളില്ലാതെ, വാഹനങ്ങളില്ലാതെ, യുദ്ധത്തിന്റെ ലക്ഷ്യവും വെക്കാതെ അവരുടെ ഹക്ക് ചോദിക്കാൻ വേണ്ടി നടക്കുകയാണ്. അബൂ സുഫിയാനും കൂട്ടരും ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും നമ്മെ ആക്രമിക്കാൻ വേണ്ടി വരും എന്നുള്ള രീതിയിൽ അവർക്കൊരു ഉറപ്പില്ല. വരുമോ എന്നുള്ള രീതിയിൽ പേടിച്ച് അവര് മക്കയിലേക്ക് വിവരം കൊടുക്കുകയാണ്. നമ്മൾ ഇന്നത്തെ പോലെ അന്ന് ഇമെയിലും അതുപോലെ തന്നെ വാട്സപ്പും ഫോൺ വിളിയൊന്നും ഇല്ല. അവര് ഷാമിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ അവർക്കൊരു പേടി, റസൂലും കൂട്ടരും വന്ന് ആക്രമിക്കോ എന്നുള്ള പേടി. ആ പേടിക്ക് വേണ്ടി അവര് മക്കയിലേക്ക് മെസ്സേജ് കൊടുക്കുകയാണ് അവരുടെ ആൾക്കാർക്ക്. എങ്ങനെ മെസ്സേജ് കൊടുക്കുന്നത്? ഗിഫാരി എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവനെ വിളിച്ചു പറഞ്ഞു, നീ ഇനി നമ്മുടെ കൂടെ യാത്ര ചെയ്യണ്ട, നിനക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിര വെച്ച് തരാം. നീ ആ കുതിരപ്പുറത്ത് സ്പീഡിൽ മക്കയിലേക്ക് പോയി അവിടെയുള്ള നമ്മുടെ നേതാവായ അബൂജഹലിനോട് കൂട്ടരോട് പറയണം, നമ്മെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് കൂട്ടരും വരുന്നുണ്ട് എന്ന് പറയണം എന്ന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഈ ഗിഫാരിയെ പറഞ്ഞു. മെസ്സേജ് പറയാൻ വേണ്ടി അവന്റെ കുതിരപ്പുറത്തൊക്കെ സ്പീഡിൽ പോയി. അവൻ മക്കയുടെ ബോർഡറിലേക്ക് എത്തിയപ്പോൾ, മക്കയുടെ വാതിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും കാബിനടുത്ത് ഇരിക്കുന്നത് അവനെ കണ്ടപ്പോൾ ദൂരയിൽ നിന്ന് അവന്റെ കുതിരപ്പുറത്തിൽ നിന്ന് ഇറങ്ങി സ്വന്തമായി അവൻ തന്നെ അവന്റെ കുപ്പായം, അവന്റെ വസ്ത്രം കീറുകയും അവന്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് അവന്റെ കുതിരയെ അവൻ തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്ത് പിന്നെ അവൻ കരഞ്ഞു വരികയാണ് കഅബയുടെ മുന്നിലേക്ക്. യാ മഅ്ശറ ഖുറൈശ് അൽ-ഗിയാസ് അൽ-ഗിയാസ്, ഓ ഖുറൈശികളെ സഹായിക്കുകയും, ഓ ഖുറൈശികളെ സഹായിക്കുകയും, ഇങ്ങനെ കരഞ്ഞു വരികയാണ്. ഈ കാഴ്ചയാണ് അബൂജഹലും കൂട്ടരും കണ്ടത്. എന്ത് പറ്റി? മുഹമ്മദ് കൂട്ടരും ആക്രമിച്ചു. കളവാണ് പറയുന്നത്. എന്റെ കുപ്പായ വസ്ത്രങ്ങളൊക്കെ കീറി, നമ്മുടെ സ്വത്തുക്കളൊക്കെ അവര് പിടിച്ചെടുത്തു, നമ്മുടെ ഒട്ടകത്തിന് മുറിവേൽപ്പിച്ചു, ഇങ്ങനെ നമ്മുടെ ആളുകളൊക്കെ കൊന്നടക്കുകയാണെന്നുള്ള കള്ളപ്രചരണമാണ് നമ്മളോട് നടത്തിയത്. ഇത് കേട്ടപ്പോൾ അബൂജഹൽ ഇനി മുഹമ്മദിനെയും കൂട്ടരെയും നമ്മൾ വിടരുത് എന്ന രീതിയിൽ എല്ലാവരും ഒരുമിക്കുകയാണ്. മക്കയിലുണ്ടായിരുന്ന എല്ലാ മുശ്രിക്കീങ്ങളും ഒരുമിക്കുകയാണ്.
എത്രത്തോളം റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ കുടുംബങ്ങൾ പോലും റസൂലുള്ളാഹിക്കെതിരെ തിരിയാണ്. ഒരു കാരണമില്ലാതെ യാത്ര സംഘമായി ഷാമിലേക്ക് പോയ നമ്മുടെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം കേട്ട് റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട റസൂലുള്ളാഹിയോട് സ്നേഹമുണ്ടായിരുന്ന റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ടായിരുന്ന ആളുകൾ പോലും റസൂലുള്ളാഹിക്കെതിരെ തിരിയാണ്. അതാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് വിളിച്ചു, നമ്മുടെ ആളുകളൊക്കെ കൊന്നുവെക്കുന്നുണ്ട് വരികയും. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പോവാൻ വിഷമുണ്ട്. എന്നാലും അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമല്ല, റസൂലുള്ളാഹിക്കെതിരെ പോയ ആളാണ് ബദറിലേക്ക്. നിർബന്ധിപ്പിച്ചു കൊണ്ടുപോയി. പോകുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് മൊത്തം തന്റെ ഭാര്യ ഉമ്മു ജമീലിനെ ഏൽപ്പിക്കുകയാണ്. തന്റെ ഭാര്യ ഉമ്മു ജമീലിനോട് പറയാണ്, ഇതാണ് എന്റെ സമ്പാദ്യം, ഈ സമ്പാദ്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇതാ ബദർ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഒന്നോ ഞാൻ ആ യുദ്ധത്തിൽ വെച്ച് മരിച്ചു പോകും, അങ്ങനെയാണെങ്കിൽ ഈ സമ്പത്ത് എടുത്ത് നീയും നിന്റെ മക്കളും കുടുംബങ്ങളും സന്തോഷമായി കഴിയുക. അല്ല, ഞാൻ യുദ്ധത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ ഈ സമ്പത്ത് എന്നെ തന്നെ ഏൽപ്പിക്കണം. ഇതിൽ ഇത്ര രൂപ ഉണ്ടെന്ന് കൃത്യമായി അതിലുണ്ടായിരുന്ന എണ്ണം പറഞ്ഞ് ഏൽപ്പിച്ച് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് റസൂലുള്ളാഹിക്കെതിരിൽ വരികയാണ്. പക്ഷെ മനസ്സുകൊണ്ട് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട ആളാണ് അബ്ബാസ് തങ്ങൾ. അങ്ങനെ ഒരുപാട് പേരെയും ഒരുമിച്ച് കൂട്ടി 1000-ലേറെ ആളുകളാണ് റസൂലുള്ളാഹിക്കെതിരിൽ ഒരുമിച്ച് കൂടിയത്, പുരുഷന്മാരും മാത്രം. പിന്നെ ഇവർ യുദ്ധം ചെയ്യുമ്പോൾ ഇവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി സുന്ദരികളായ സ്ത്രീകൾ, ഇവർക്ക് മദ്യപിക്കാൻ വേണ്ടിയുള്ള മദ്യം, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ എല്ലാവർക്കും വാഹനങ്ങളുണ്ട്, 600ഓളം പടയങ്കികളുണ്ട്, വാളുകളും ആയുധങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇവരും യുദ്ധത്തിന് വേണ്ടി വരും. ഇപ്പൊ 3 സംഘമായി. ഒരു സംഘം മുഅ്മിനീങ്ങളാണ്, വെറും 313 സ്വഹാബത്ത്, ജീവിതത്തിൽ ഇന്നേവരെ നോമ്പ് നോറ്റ് പരിചയമില്ലാത്ത സ്വഹാബത്ത്, നോമ്പ് നോറ്റ് അവശ്യരായി കയ്യിൽ ആയുധങ്ങളും ഇല്ലാതെ വാഹനവും ഇല്ലാതെ നടന്ന് വരുന്ന പാവങ്ങളായ സ്വഹാബത്ത്. മറ്റൊരു യാത്ര സംഘം അബൂ സുഫിയാനും കൂട്ടരും. മറ്റൊരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വരെ യുദ്ധം കൊല്ലണം എന്നുള്ള രീതിയിൽ ഒരുങ്ങി വരുന്ന അബൂജഹലും കൂട്ടരും മക്കക്കാരും മൊത്തം. ഇങ്ങനെ ഇവരെല്ലാവരും വന്ന് ഒരുമിച്ച് കൂടി കണ്ടുമുട്ടിയ സ്ഥലമാണ് ബദർ. ബദർ സ്ഥലത്തിന്റെ പേരാണ്. മക്കയിൽ നിന്ന് 350 കിലോമീറ്റർ ദൂരം, മക്കയിൽ നിന്ന് 350 കിലോമീറ്റർ ദൂരം, മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരം. മക്കയുടെയും മദീനയിലും ഇടയിൽ കാണുന്ന ഒരു മലയോര പ്രദേശമാണ് ബദർ. ആ സ്ഥലത്തിന്റെ പേരാണ് ബദർ. ബദർ എന്നതിന്റെ അർത്ഥം 14 രാവിലെ ഉദിക്കുന്ന ചന്ദ്രൻ. ആ സ്ഥലത്തിന് അങ്ങനെ പേര് വരാൻ കാരണം 2 കാരണങ്ങളാണ് ചരിത്രം പറയുന്നത്. ഒന്ന്, ആ സ്ഥലത്തിൽ ഒരു കുളമുണ്ടായിരുന്നു. കുളത്തിൽ നല്ല വെള്ളമാണ്, തെളിഞ്ഞ വെള്ളം. 14 രാവിലെ ചന്ദ്രൻ മുകളിൽ ഉദിക്കുമ്പോൾ ആ ചന്ദ്രനെ ഈ കുളത്തിലെ വെള്ളത്തിൽ കാണും. അപ്പൊ ആളുകൾക്ക് ഹാദാ ബദറുൻ, ഹാദാ ബദറുൻ എന്ന് പറയും. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബദർ എന്ന പേര് വന്നു എന്ന് ചരിത്രം പറയും. വേറെ അഭിപ്രായം, ആ സ്ഥലം ബദർ എന്ന ഭൂമി ബദർ ഇബ്നു ഹാരിസ് എന്ന വ്യക്തിയുടെ സ്ഥലമാണ്. ആ വ്യക്തി, ആ മുതലാളി, ആ സ്ഥലത്തിന്റെ ഉടമ, അദ്ദേഹത്തിന്റെ പേര് ബദർ ഇബ്നു ഹാരിസ്, ഹാരിസിന്റെ മകൻ ബദർ. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബദർ എന്ന പേര് വന്നു എന്ന് പറയും. ഏതായാലും ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടി ശത്രുക്കളും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും എല്ലാവരും ഒരുമിച്ച്. ഇത് കണ്ടപ്പോഴോ മദീനയിൽ നിന്ന് 11 ദിവസം നടന്നിട്ടാണ് സ്വഹാബത്ത് ബദറിലേക്ക് എത്തിയിട്ടുള്ളത്. 11 ദിവസം നടന്നിട്ട് അവരവശ്യരാണ്. എത്രത്തോളം ചരിത്രം പറയുന്നത്, നോമ്പ് നോറ്റ ആളുകളാണ്, സ്വഹാബത്താണ്. അവർക്ക് അത്താഴം കഴിക്കാൻ വേണ്ടതുപോലെ ഒന്നുമില്ല. അതേപോലെ നോമ്പ് തുറക്കണ നേരാകുമ്പോ അവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളില്ല. ഇലകളും അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം മാത്രം കഴിച്ച് ആ നേരത്തെ അവര് കാഷ്ടിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നാം വളർത്തുന്ന ആട്ടുകുട്ടികൾ കാഷ്ടിക്കുന്നത് പോലെ, ആട്ടുകാട്ടം പോലെയായിരുന്നു മനുഷ്യക്കാട്ടം എന്നാണ് ചരിത്രം പറയുന്നത്. വിഷമില്ല. ഈ രീതിയിലുള്ള സഹാബത്ത് അവരും ബദറിലേക്ക് എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നേരത്തെ എത്തുകയും ആ ബദറിൽ എവിടെയാണ് വെള്ളമുണ്ടെന്ന് നോക്കുകയും ആ വെള്ളമുള്ള സ്ഥലത്ത് തമ്പടിക്കുകയും ചെയ്തു. അവിടെയാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഹൗദ് ഉണ്ടാക്കിയതും ആ ബദർ ബൈത്തിലൊക്കെ പാടുന്ന രംഗങ്ങളും ചരിത്രങ്ങളൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ തായ് ഭാഗത്ത് ശത്രുക്കളും ഒരുമിച്ച് കൂടി.
പക്ഷെ മുസ്ലിമീങ്ങള് ശത്രുക്കളെ നോക്കുമ്പോൾ പേടിക്കുകയാണ്. കാരണം ഇവരാകെ 300 ചിലറുള്ളൂ. ഇതിന് 2 ഇരട്ടി അവരുണ്ട്, 1000-ലേറെ ആളുകൾ അവരുണ്ട്. അവര് കയ്യിലാണെങ്കിലോ എല്ലാ സൗകര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ആയുധങ്ങളൊന്നുമില്ല. അങ്ങനെ അവര് ഒരുമിച്ച് കൂടി രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിലായി. ആ രാത്രിയാണ് ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞാൽ വരുന്ന രാത്രി, 17ാം രാത്രി. ആ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഇബാദത്തിലായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസുകൾ കാണാം. മറ്റുള്ള സഹാബത്തൊക്കെ പേടിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിലുമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതിരാത്രിയിൽ ദുആ ചെയ്യാണ്. ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഇന്നെങ്ങാനും അഥവാ നേരം വെളുത്താതെ നടക്കുന്ന യുദ്ധത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ പരാജയപ്പെട്ടു പോകുകയാണെങ്കിൽ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ എന്റെ മുസ്ലിമീങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രവാചകനും പ്രവാചകന്റെ അനുയായികളുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളാണ് ദീൻ വളർത്തേണ്ട ആളുകൾ. നമ്മൾ ഇവിടെ വെച്ച് തീർന്നു പോയാൽ, നമ്മൾ നശിച്ചു പോയാൽ ഇനി നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് നീ സഹായിക്കണേ അല്ലാ എന്നിങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യും. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചിട്ട് പറഞ്ഞു: നബിയേ, നിങ്ങൾ ഇങ്ങനെ എത്രയൊക്കെ പറഞ്ഞ് ദുആയിക്കണ്ട, നമുക്ക് തന്നെയാണ് വിജയം. പറയുന്നത് സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ അവിടെ നമുക്കൊക്കെ ഒരു സ്വാഭാവികമായ സംശയം വരും. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു, നാളെ വിജയം വേണം, നാളെ വിജയം വേണം. സിദ്ദീഖ് തങ്ങൾ വന്ന റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കുന്ന നബിയെ വിഷമിക്കേണ്ട, നാളത്തെ വിജയം നമുക്കാണ്. എന്താ അങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ട പക്വത സിദ്ദീഖ് തങ്ങൾക്കായോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതല്ല, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അല്ലാഹു തആല ഖബൂൽ ചെയ്തു എന്നതിന്റെ തെളിവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന റസൂലുള്ളാഹിനോട് ഈ രീതിയിൽ സംസാരിച്ചത്. സിദ്ദീഖ് തങ്ങളുടെ സംസാരം കേട്ടപ്പോൾ റസൂലുള്ളാഹി ഉറപ്പിച്ചു, എന്റെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പറയുന്നത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു: നബിയേ, നാളെ നേരം വെളുത്താൽ വലിയ യുദ്ധമാണ് ഉണ്ടാകുക. ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് വിജയം ഉണ്ടാകുക. തങ്ങൾ എന്റെ കൂടെ ഒന്ന് വാ, ഈ ബദർ പരിസരങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൂടാരത്തിൽ നിന്ന് പുറത്തിറക്കി ആ ബദറിന്റെ രണാംഗങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു: നാളെ എവിടെയായിരിക്കും അബൂജഹൽ ചത്ത് കിടക്കുക. യുദ്ധം കഴിയുമ്പോൾ ഇവിടെയായിരിക്കും നബിയെ അബൂജഹൽ ചത്ത് കിടക്കുക. അങ്ങനെ ഓരോ ശത്രുക്കൾ എവിടെ ചത്ത് കിടക്കും എന്നുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ച് കാണിച്ചു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വഹാബാക്കൾ ആ സ്ഥലം കൃത്യമായി അവരെ അടയാളം പിടിച്ച് അവിടെ പോയിന്റ് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു: ഇവിടെയാണ്, ഇവിടെ തന്നെയാണോ, നമുക്ക് നാളെ നോക്കാലോ എന്ന രീതിയിൽ ഓരോരുത്തരും റസൂൽ പറഞ്ഞ സ്ഥലങ്ങൾ പോയിന്റ് ചെയ്തു. അങ്ങനെ പിന്നെ നേരം വെളുക്കുമ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലില്ല. യുദ്ധം എന്ന് പറയുമ്പോൾ ദ്വന്ദ്വ യുദ്ധം. ആദ്യം 3 ആളുകൾ ആ ഭാഗത്തുനിന്നും 3 ആളുകൾ ഈ ഭാഗത്തുനിന്നും. ഇങ്ങനെയാണ് യുദ്ധത്തിന്റെ ശൈലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സഹാബത്ത് പറഞ്ഞു: നബിയേ, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങണ്ട, നിങ്ങളവിടെ നിൽക്ക് എന്നുള്ള രീതിയിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയത് മദീനക്കാരാണ്. അപ്പൊ ഈ വന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞു: മദീനക്കാരെ, നിങ്ങളുമായിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല, നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരല്ല. നമ്മൾ വന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പേടിച്ച് ഒളിച്ചോടി വന്ന് നിങ്ങൾ അഭയം കൊടുത്ത മുഹമ്മദ് കൂട്ടരുണ്ടല്ലോ, അവരോട് യുദ്ധം ചെയ്യാനാണ്, നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാരെ ഇറക്കി. അങ്ങനെ ഇറങ്ങിയ 3 ആളുകളാണ്. ഒന്ന് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, മറ്റൊരു അലി റളിയല്ലാഹു അൻഹു, പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകളാണ് ആദ്യമായി ഇറങ്ങിയത് യുദ്ധത്തിൽ. ഇവർ 3 വ്യത്യസ്ത പ്രായക്കാരാണ്. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു കുറച്ച് വൃദ്ധനായിരുന്നു, വയസ്കനായിരുന്നു. വലിയ വയസ്കാരൊന്നും യുദ്ധത്തിനെടുക്കൂല,
കുറച്ച് പ്രായം കൂടിയ ആളായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു മധ്യവയസ്കനായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഏറ്റവും ചെറിയ ചെറുപ്പക്കാരനായിരുന്നു. ഇങ്ങനെ ഈ മൂന്നാളുകളാണ് മക്കക്കാരിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അവർക്കെതിരിൽ ആ ഭാഗത്ത് ഇതേപോലെ പ്രായത്തിനനുസരിച്ച് ഇറങ്ങിയവരാണ് ഒന്ന് ഉത്ബത്തും ഷൈബത്തും റബീഉം. ഇങ്ങനെ മൂന്നാണ്. ഈ യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഓപ്പോസിറ്റിൽ വന്ന ആളെ കൊന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഓപ്പോസിറ്റിൽ വന്ന ആളെ കൊന്നു. പക്ഷെ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് അവിടെ മുറിവേറ്റ് അവിടെ കിടന്നു. അദ്ദേഹത്തിന് പിന്നെ യുദ്ധരണത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീടാണ് അദ്ദേഹം മരിക്കുന്നത്. ഇങ്ങനെ യുദ്ധങ്ങൾ, ഒന്നാം ഘട്ടം യുദ്ധം നടന്നു. മുസ്ലിമീങ്ങൾക്കാണ് വിജയം. ഇസ്ലാമിലെ ഏറ്റവും വലിയ ശത്രുക്കള് ഷൈബത്തും റബീഅത്തും അവിടെ നശിച്ചുപോയി. മുസ്ലിമീങ്ങൾ വിജയിച്ചു. പിന്നെ അടുത്ത യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ സഫ് കെട്ടി നിൽക്കുമ്പോൾ സഫായികൾ നിൽക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഒരുപാട് ഇങ്ങനെ സഫായി നിൽക്കുകയാണ്. അങ്ങനെ സഫ് കെട്ടി നിൽക്കുമ്പോൾ രണ്ട് ചെറിയ കുട്ടികൾ, മുആദ് മുഅവ്വിദ് എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ വന്ന് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കുട്ടി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു മക്കക്കാരനെന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞ നേരത്തെ കച്ചവടത്തിൽ വലിയ ബിസിനസ്സുകാരനായി മാറിയാണ്. അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് മദീനക്കാരായ രണ്ട് കുട്ടികളാണ്. ഒന്ന് മുആദ്, രണ്ട് മുഅവ്വിദ്. ഈ കുട്ടികൾ ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ചോദിക്കുന്നുണ്ട്, ഈ മക്കയിൽ നിന്ന് വന്ന ശത്രുക്കളിൽ ആരാണ് അബൂജഹൽ? അപ്പൊ അബൂജഹൽ ആരാന്ന് ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ആദ്യം പേടിയുണ്ടായിരുന്നു. ഞാൻ സഫിൽ നിന്നപ്പോ ഈ കുട്ടികളുടെ ഇടയിലാണല്ലോ വന്നത്, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ കുട്ടികളുടെ ഇടയിലായതുകൊണ്ട് എന്നെ സംരക്ഷിക്കാൻ ഈ കുട്ടികളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു പേടിയോടുകൂടിയാണ് ഇവർ രണ്ടാളുടെ ഇടയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിന്നത്. അപ്പൊ ഈ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അബൂജഹൽ ആരോട്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട്. കാരണം കുട്ടികൾ മദീനക്കാരാണ്. കുട്ടികൾ ആരെ കണ്ടിട്ടില്ല, അബൂജഹലിനെ കണ്ടിട്ടില്ല, കേട്ട പരിചയമുള്ളൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കക്കാരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അറിയാം. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, അതാരാ എന്ന് ഞാൻ കാണിച്ചത്. ദൂരെ നിൽക്കുന്ന അബൂജഹലിനെ കാണിച്ചു കൊടുത്തു. ഈ അബൂജഹലിനെ കണ്ട ഉടനെ സഫിൽ നിന്ന് വാളുമെടുത്ത് ഈ രണ്ട് കുട്ടികളും കിളികൾ പറക്കുന്ന പോലെ പറന്ന് അബൂജഹലിനെ കുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. ഇസ്ലാമിലെ ഏറ്റവും വലിയ ശത്രുവിനെ ചെറിയ രണ്ട് കുട്ടികളാണ് കുത്തുന്നത്. പിന്നെ യുദ്ധം നടക്കുകയും യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ചുരുക്കണം കാരണം ഓരോന്നും പറയാണെങ്കിൽ ഉമയ്യദ് ഇബ്നു ഖലഫിനെ ബിലാൽ റളിയല്ലാഹു അൻഹു കൊന്ന രംഗവും ഓരോന്നും പറയാനുണ്ട്, നീണ്ടുപോകും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ യുദ്ധം നടക്കുകയും യുദ്ധം നടന്നതിന് ശേഷം ലാസ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രീതിയിൽ ആരൊക്കെ എവിടൊക്കെ കിടന്നിട്ടുണ്ടാകും അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അബൂജഹൽ ചത്ത് കിടക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവസാനം ഇബ്നു മസ്ഊദ് തങ്ങൾ എത്തിയത്. നോക്കുമ്പോ ശരിയാ, റസൂലുള്ളാഹി പറഞ്ഞ സ്ഥലത്ത് ഇബ്നു മസ്ഊദ് കിടക്കുന്നുണ്ട്. പക്ഷേ റൂഹ് പോയിട്ടില്ല, മരിച്ചിട്ടില്ല. അവ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ അടുത്ത് വന്ന് മരണത്തിനോട് മല്ലടിക്കുന്ന അബൂജഹലിനോട് അടുത്ത് വന്നു. പക്ഷെ ഇബ്നു മസ്ഊദിനെ വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം വലിയ പ്രതാപിയും വലിയ ധീരനുമായി കണ്ടിരുന്ന ആള് ഒന്നിനും പറ്റാതെ ഇങ്ങനെ കിടക്കുന്നത് ഇത് അബൂജഹൽ തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ ഒന്നുകൂടി അടുത്ത് വന്ന് നോക്കി. അപ്പോഴും സംശയം, അബൂജഹൽ ഇത്ര വലിയ ധീരൻ ഇങ്ങനെ കിടക്കൂലല്ലോ. അങ്ങനെ ഇബ്നു മസ്ഊദ് അടുത്ത് വന്ന് മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ആ അന്ത അബൂജഹൽ, നീ അബൂജഹൽ തന്നെയാണോ? അപ്പൊ അബൂജഹൽ പറയുന്ന മറുപടി, ഒരുപാട് ആളുകൾ കൂടിയിട്ട് ഒരു മനുഷ്യനെ കൊല്ലണതിൽ ഒരു അത്ഭുതവുമില്ല. എന്നെ ഒരാളോ രണ്ടാളോ അല്ല കൊന്നത്, ഒരുപാട് ആളുകൾ കൂടിയിട്ടാണ് എന്നെ കൊന്നത്, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് അപ്പോഴും ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ വാക്കാണ് പറയുന്നത്. മരണത്തിനോട് മല്ലടിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്തു. അപ്പൊ ഈ അബൂജഹൽ പറയുന്നത്, നീ എന്തായാലും എന്നെ കൊല്ലും, എന്റെ മരണം നിന്റെ കയ്യിലാകണമെന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഏതായാലും നീ എന്നെ കൊല്ലുകയാണെങ്കിൽ, എന്നെ അറക്കുകയാണെങ്കിൽ എന്റെ കഴുത്ത്, എന്റെ ഈ പെരടി അതൊന്ന് നീട്ടി അറക്ക്, എന്റെ തലയുടെ വലുപ്പം, എന്റെ പെരടിയൊക്കെ കണ്ട് നിന്റെ മുഹമ്മദ് പേടിക്കട്ടെ എന്നാണ് അബൂജഹൽ അവസാനമായി പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ
ഏറ്റവും വലിയ ശത്രു അബൂജഹൽ തന്നെയാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശത്രു ഫിറൗൻ വരെ അവസാനം പറഞ്ഞത് അല്ലാഹുമ്മ റബ്ബി ഇന്നി ആമന്തു ബിറബ്ബി മൂസ, മൂസാന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്നാണ്. പക്ഷെ ആ വിശ്വാസം ഈമാൻ അല്ലാഹു സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ വിഷയം. പക്ഷെ അവരൊക്കെ ഫിറൗന് ഈ വെള്ളത്തിൽ കിടന്ന് ആ വെള്ളത്തിൽ നശിക്കുമ്പോഴും പറഞ്ഞത് ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്. പക്ഷെ ഇസ്ലാം അല്ലാഹു സ്വീകരിച്ചില്ല. പക്ഷെ അബൂജഹൽ പറഞ്ഞത് എന്റെ ശരീരം കണ്ട് എന്റെ തല കണ്ടിട്ടെങ്കിലും മുഹമ്മദ് പേടിക്കട്ടെ. അങ്ങനെ അബൂജഹലിന്റെ തല അറുത്ത് ചെവിയിൽ അവിടെ കാണുന്ന ഒരു വള്ളി കൊണ്ട് കെട്ടി ആ തല വലിച്ച് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവന്നു. ഇബ്നു മസ്ഊദ് ചെവിയിൽ നിന്ന് ഇങ്ങനെ രക്തം ഒലിക്കുന്നുണ്ട് അബൂജഹൽ. അപ്പൊ ഈ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, നബിയെ പണ്ട് ഇബ്നു മസ്ഊദിന്റെ ചെവിയിൽ നിന്ന് രക്തം ഒലിച്ചത് കണ്ടില്ലേ? അപ്പൊ ഞാൻ ചിരിച്ചു. ആ ചിരിച്ചത് ഇതിനു വേണ്ടിയാ കണ്ട. ഇപ്പൊ ആരുടെ ചെവിയിൽ നിന്നാണ് രക്തം ഒലിക്കുന്നത് കണ്ടോ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹ് ബദറിനെ ഒരു പുണ്യഭൂമിയായി ശുഭഭൂമിയായി പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ഇന്നും ആളുകൾ ബദർ കാണാൻ വേണ്ടി പോകുന്നത്. ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം ഇന്നും അവിടെ പ്രത്യേകം അടയാളപ്പെടുത്തി അവിടെ പള്ളിയാക്കി നിർമ്മിച്ചിട്ടുണ്ട്. ആ പള്ളിയാണ് മസ്ജിദുൽ ഹരീസ്. ഇന്നും പോയാൽ കാണാം. ആ പള്ളിയുടെ ബാക്ക് ഭാഗത്താണ് ശത്രുക്കളൊക്കെ കുഴിച്ചിട്ടത്, പൊട്ടക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇന്നും ആ ഭാഗം ആളുകൾ പോകാൻ പേടിച്ചു നിൽക്കുന്ന ഭാഗമായി ഇന്നും കാണാം. 14ഓളം ശുഹദാക്കൾ അവിടെ ഷഹീദായി. അവരെ ഖബറ് ബദറിന്റെ കെട്ടിൽ നമുക്ക് കാണാം. അവരുടെ പേരും അവിടെ കാണാം. ശരിക്കും പറഞ്ഞാൽ ബദർ ഇസ്ലാമിലെ ഹഖും ബാത്തിലിനെയും വേർതിരിച്ച് സത്യത്തിന് വിജയമുണ്ടായതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിനെ ശുഭഭൂമിയായി പ്രഖ്യാപിക്കുകയും ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം 3 ദിവസം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു. വേഗം മദീനയിലേക്ക് തിരിച്ചു പോയില്ല. 3 ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരുഭൂമിയിൽ ചത്തു കിടക്കുന്ന ശത്രുക്കളുടെ ശരീരങ്ങളൊക്കെ എടുത്ത് പൊട്ടക്കെട്ടിലേക്ക് ഇട്ടു. അങ്ങനെ പൊട്ടക്കെട്ടിലേക്ക് ഇട്ട് എല്ലാം ഒരു കെട്ടിലേക്ക് ഇടുകയാണ് ശത്രുക്കളെ ശവങ്ങൾ. അങ്ങനെ ഇട്ടതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കെട്ടിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഇന്നാ വജദ്നാ മാ വഅദ റബ്ബുനാ ഹഖ്ഖാ ഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ. നമ്മുടെ റബ്ബ് നമുക്ക് തരും എന്ന് പറഞ്ഞ വിജയം, ആ വാഗ്ദാനം നമുക്ക് കിട്ടി. ഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ. നിങ്ങളുടെ ബിംബങ്ങളും നിങ്ങളുടെ ശൈത്താന്മാരും നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത വിജയം നിങ്ങൾക്ക് കിട്ടിയോ എന്ന് റസൂലുള്ളാഹി ശത്രുക്കളോട് ചോദിക്കുന്നു, പൊട്ടക്കെട്ടിലേക്ക് നോക്കിയിട്ട്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറയണ, നബിയെ അവരൊക്കെ ചത്തുപോയില്ലേ, അവരൊക്കെ മരിച്ചുപോയില്ലേ, അവരോട് സംസാരിക്കുകയാണ്, അവരിത് കേൾക്കുമോ നബിയെ എന്ന് ബദർ യുദ്ധം കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം. ആ ചോദ്യം വളരെ പ്രസക്തമാണ് ഇപ്പം. അപ്പൊ റസൂലുള്ളാഹി അവർക്ക് കൊടുത്ത മറുപടി, നീ കേൾക്കുന്നതിനേക്കാളും സ്പീഡിൽ അവര് കേൾക്കും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മരിച്ച ആളുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മരിച്ച ആളുകളുടെ ഖബർ സിയാറത്ത് നടത്തുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആണ്ടുകൾ നാം നടത്തുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ബദരീങ്ങളെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ബദരീങ്ങൾ കേൾക്കും. ചത്ത് കിടക്കുന്ന കാഫിരീങ്ങളുടെ ശരീരം തന്നെ കേൾക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ചത്ത് കിടക്കുന്ന അബൂജഹലും അബൂജഹലിന്റെ ശരീരം ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളുടെ ശരീരം എന്തായാലും കേൾക്കും. അതിന്റെ പേരിലാണ് നമ്മളൊക്കെ മരിച്ചാൽ ഖുർആൻ ഓതുന്നതും മരിച്ചോടത്ത് വെച്ച് ഖുർആൻ ഓതുന്നതും ഖബർ സിയാറത്ത് നടത്തുന്നതും ആവശ്യം നടത്തുന്നതും 40 നടത്തുന്നതും ആണ്ട് നടത്തുന്നതും. ഒന്നുമില്ല എന്നുള്ള രീതിയിൽ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി കുഴിച്ചിടും. പിന്നെ അവിടെ ഖുർആനോത്തും ഇല്ല, ആണ്ടും ഇല്ല, ഒന്നുമില്ല. അല്ലാഹു തആല അങ്ങനെയുള്ള ബിദ്അത്തിന്റെ വഹാബികളെ തൊട്ടൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതും കേട്ടതും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെയാണ് അസറിന് ശേഷം നമ്മൾ മൗലിദ്. പിന്നെ ഇൻഷാ അല്ലാഹ് സമൂഹം